അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളിൽ അതിരുകടന്ന വിശ്വാസങ്ങൾ അർപ്പിച്ച് അവയോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന പുത്തൻ വാദം മുവഹിദുകളെന്ന് നാം കരുതിയിരുന്നവരിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ത്യാഗീവര്യന്മാരായ പൂർവികരുടെ ശ്രമഫലമായി നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളും അനുബന്ധമായി ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളും തിരിച്ചുകൊണ്ടുവരാനും അതിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന് സമ്മാനിച്ച ഇസ്ലാമികമായ ഉന്നത സംസ്കാരത്തെ മണ്ണിട്ട് മൂടുവാനും ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമങ്ങളുണ്ടാകുന്നു. ആദ്യപടിയെന്നോണം പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ അപകീർത്തിപ്പെടുത്തി അടിസ്ഥാന പ്രമാണങ്ങളെ അനവസരത്തിൽ ഉപയോഗിച്ചും ആദർശ വിശദീകരണമെന്ന പേരിലും ഹദീസ് വിശദീകരണമെന്ന പേരിലും ഇവർ രംഗത്തെത്തിക്കഴിഞ്ഞു. ആ ശ്രമങ്ങളിൽ അവർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളും പരസ്പര വിരുദ്ധ നിലപാടുകളും ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ജിന്ന് വിവാദത്തിന് കാരണക്കാരനും തുടക്കക്കാരനുമാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ വന്ന പരാമർശം ഉയർത്തിപ്പിടിച്ചാണ് ഇവിടെ സർവ്വ ഫിത്നകൾക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ തുടക്കം കുറിച്ചത്. കോലാഹലങ്ങൾക്കിടയിൽ പ്രസ്ഥാനം അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മുഴുകിയിരുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഈ ആദർശ വിരുദ്ധതയും പൊള്ളത്തരങ്ങളും ബോധ്യപ്പെടുത്താൻ എല്ലാത്തരം മാർഗങ്ങളും പ്രസ്ഥാനം അവലംബിച്ചു. അനുനയപൂർവം, പിന്നീട് കർക്കശ രൂപത്തിൽ, സംവാദ രൂപത്തിൽ, പ്രബന്ധങ്ങളിലൂടെ തുടങ്ങി ഏതെല്ലാം മാർഗങ്ങൾ അവലംബിക്കാനുണ്ടോ അതിലൂടെയെല്ലാം ശ്രമിച്ചു നോക്കി. പക്ഷേ കൊച്ചുകുട്ടികളെപ്പോലെ ജബ്ബാർ മൗലവി വാശി പിടിച്ചു. എന്നാൽ പ്രാമാണികമായി ഈ വാദത്തിന് തെളിവ് നൽകാൻ അദ്ദേഹത്തിന്റെ കൈകൾ ശൂന്യമായിരുന്നു. ഇതിന്റെ ഹുക്കുമ് പറയാൻ പോലും അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല. ദുർവാശിയും ദുരഭിമാനവും ഈ വാദത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് പരമാർത്ഥം. അദ്ദേഹം തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പിന്നീട് ഈ വാദഗതി പടർന്നു പിടിക്കുന്നത് കണ്ടു നിൽക്കാൻ പ്രസ്ഥാന നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ഗത്യന്തരമില്ലാതെയാണ് ഓരോരോ ഘട്ടങ്ങളിലായി ഈ വാദക്കാരുടെ മേൽ നടപടികൾ പ്രസ്ഥാനം സ്വീകരിച്ചത്. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധികൾ നേരിട്ട സംഭവങ്ങൾ ഒട്ടേറെ. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ഇത് വലിയൊരു തടസ്സമായി നിന്നതും ആശയപരമായി ഈ വാദം ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ വെച്ചു പൊറുപ്പിക്കാനാവാത്തതുമാണ് എന്നും മനസ്സിലാക്കിയ ശേഷമാണ് പ്രസ്ഥാനം ശക്തമായ നിലപാടെടുത്തത് എന്നത് ഏറ്റവും വലിയ പരമാർത്ഥമാണ്. ജബ്ബാർ മൗലവിക്കെതിരെ നടപടിയെടുത്തതോടെ ഇതിനെ മുതലെടുക്കാൻ ഗൾഫ് നാടുകളിൽ തക്കം പാർത്തിരുന്ന ഒരു സംഘം സജീവമായി രംഗത്തു വന്നതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. അവർ ജബ്ബാർ മൗലവിയുടെ വാദത്തെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസുമായി കൂട്ടിക്കെട്ടി ഇവിടെ നടന്ന പ്രശ്നത്തെ മാറ്റിമറിച്ചു. സ്വലാഹിയെ അവർ ഏറെ സമ്മർദ്ദത്തിലാക്കി, അനുകൂലമാക്കി, പലരെയും ദുരുപയോഗം ചെയ്ത് ക്ലാസുകൾ നടത്തി. ഇങ്ങനെ ജബ്ബാർ മൗലവി വാദത്തിന് തെളിവുണ്ടാക്കി. ജബ്ബാർ മൗലവി വാദവും ഹദീസും ഒന്നാണെന്ന കുപ്രചാരണം നടത്തി. ആധുനിക മാധ്യമങ്ങളിലൂടെ ഇസ്ലാഹി പ്രവർത്തകരിലേക്ക് ഈ ശിർക്കിന്റെ ആശയം കടത്തിവിട്ടു. പ്രസ്ഥാനത്തിനും ഗൾഫ് സംഘത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും പെട്ട് സ്വലാഹി വീർപ്പുമുട്ടി. പ്രസ്ഥാനത്തിനകത്ത് ചർച്ചയിൽ അംഗീകരിച്ച കാര്യങ്ങൾ പുറത്തിറങ്ങിയാൽ ഗൾഫ് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്റ്റേജിൽ കയറി നേരെ വിപരീതം പറയും. വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ ശിർക്കാണെന്ന് ഒരിക്കൽ പറയും, അതേ ആളോട് പിന്നീട് ഹറാമാണെന്ന് മാറ്റി പറയും. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളോടെ സ്വലാഹി ഇതിനിടയിലുള്ള കുറെ കാലം കഴിച്ചുകൂട്ടി. ഗത്യന്തരമില്ലാതെയാണ് പ്രസ്ഥാനം കുറെ അവസരങ്ങൾ നൽകിയ ശേഷം സ്വലാഹിക്ക് നേരെയും നടപടിയെടുത്തത്. സ്വലാഹിയുടെ ഈ പതനത്തിന് പുറകിൽ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും ഈ ഗൾഫ് സംഘവുമാണ്. യഥാർത്ഥത്തിൽ അവരുടെ കൈകളിലെ ഒരു കളിപ്പാവ മാത്രമായി മാറി എന്നതാണ് അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ അബദ്ധം. ഇന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം കൃത്യമായും മാറിക്കഴിഞ്ഞു. ജിന്നിനോടുള്ള സഹായതേട്ടം അനുവദനീയമാണെന്നിടത്തു നിന്നും വിട്ട് തൗഹീദിന്റെ തത്വമായി വരെ മാറിക്കഴിഞ്ഞു. പിശാചിന്റെ കുതന്ത്രം വിജയിച്ചു, അറിയാതെ അറിയാതെ.
ഈ ഡോക്യുമെന്ററി പലതും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ക്ഷമയോടെ അവസാനം വരെ കാണുക, പ്രാർത്ഥിക്കുക. പ്രശ്നത്തിന്റെ തുടക്കം ജബ്ബാർ മൗലവിയുടെ ഇസ്ലാഹിൽ വന്ന ലേഖനത്തിലെ പരാമർശങ്ങളായിരുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ പരാമർശം എന്തായിരുന്നു എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പരാമർശം അദ്ദേഹം നടത്തുന്നത് ഒരു ഹദീസ് പഠിപ്പിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലൂടെ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിച്ചതോ അല്ല. ഒരു കാര്യം പ്രാർത്ഥനയാവുന്നതെപ്പോൾ, പ്രാർത്ഥന അല്ലാതാകുന്നതെപ്പോൾ എന്ന് അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി കൊടുത്തപ്പോൾ സ്വന്തം വീക്ഷണഗതി വിശദീകരിച്ചതാണ്. ഈ കാര്യം അദ്ദേഹം ഒരഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇബാദല്ലാഹ് അഈനുനി എന്ന ഹദീസിനെ കുറിച്ച്, അങ്ങനെ ഇബാദല്ലാഹ് അഈനുനി എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്. ഗുണകാംക്ഷകൾ ചോദിക്കുന്നുണ്ട്, അത് ദുർബല ഹദീസല്ലേ, ആ ഹദീസിൽ നിങ്ങൾ എന്തിനാ അത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുന്തിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊണ്ട് നടക്കുക, കൊട്ടി കൂട്ടിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനല്ലേ അത് പറയേണ്ടതുള്ളൂ. ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല, ഇങ്ങനല്ലേ അത് പറയേണ്ടതുള്ളൂ. സ്വലാഹിയുടെ മുമ്പത്തെ ഒരു വാദഗതിയുടെ കൂടെയും അബ്ദുൽ ജബ്ബാർ മൗലവി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ വിഷയത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്വലാഹി ന്യായീകരിച്ചതും കൂട്ടുപിടിച്ചതും ജബ്ബാർ മൗലവിയുടെ വീക്ഷണത്തോടുള്ള യോജിപ്പ് കൊണ്ടോ അദ്ദേഹത്തോടുള്ള താൽപര്യം കൊണ്ടോ ഒന്നുമല്ല. തികച്ചും സംഘടനാ തലത്തിൽ ചില വ്യക്തികളോടുള്ള പകയും വിദ്വേഷവും തീർക്കാൻ ജബ്ബാർ മൗലവിയെ അദ്ദേഹം മറയാക്കുകയായിരുന്നു എന്നാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നത്. അതിലെല്ലാം ഉപരി സംഘടനയിൽ വിള്ളൽ വീഴ്ത്തി ഒരു സംഘം ആളുകളെയുമായി പുറത്തു പോകണമെന്ന ഉദ്ദേശത്തിൽ സംഘടന ചില വ്യക്തികളുടെ മേൽ എടുത്ത നടപടിക്രമങ്ങളെ പീഡനങ്ങളായി ചിത്രീകരിച്ച് ഒരുപറ്റം ആളുകളുടെ സഹതാപം പിടിച്ചുപറ്റി അവരെ തനിക്കനുകൂലമാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയായിരുന്നു ഇത്രയും കാലം. ഗൾഫ് സംഘത്തിന്റെ ഈ ഗൂഢതന്ത്രം മനസ്സിലാക്കാതെ സ്വലാഹി പറഞ്ഞത് അതേപടി വിശ്വസിച്ച് ചിലർ ഈ കെണിയിൽ കുടുങ്ങുകയും ചെയ്തു. സ്വലാഹിയുടെ മുമ്പത്തെ വാദഗതി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. അദ്ദേഹത്തിന്റെ വാദഗതി ഇന്ന് ഏറെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോഴേക്കും ഏവർക്കും ബോധ്യമാകും. അഥവാ ജിന്നിനോട് സഹായം തേടൽ വസീല ഇല ശിർക്കും ഹറാമുമാണെന്ന അന്നത്തെ വാദം ഇന്ന് മാറിക്കഴിഞ്ഞു. ഇന്നും വേദികളിൽ സ്വലാഹി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഹതാപ തരംഗം സൃഷ്ടിച്ച് പരമാവധി ആളുകളെ തനിക്കനുകൂലമാക്കി കൊണ്ടുവരിക എന്ന കുതന്ത്രമാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ വീക്ഷണം എഴുതിയതെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞത് കേട്ടുവല്ലോ. ഈ കാര്യം എത്രയോ മുമ്പേ അറിയാമായിരുന്നിട്ടും ജബ്ബാർ മൗലവിയെക്കുറിച്ച് സ്വലാഹി ഈ ആരോപണം ഉന്നയിച്ചു നടന്നു. ഓരോ വിശദീകരണ യോഗത്തിലും സ്വലാഹി ഈ കള്ളം ആവർത്തിച്ചു. ചില ആളുകൾ പറയാണ് അതിന് ജബ്ബാർ മൗലവി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞാണല്ലോ. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മൗലവി നിങ്ങൾ എന്തിനാ ഒരു ലൈഫായ ഹദീസും കൊണ്ട് നടക്കണേ, നിങ്ങൾക്ക് അതൊന്നും വിട്ടൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൈഫായ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ കുട്ടിയെ, ഞാനൊരു തത്വം പറഞ്ഞല്ലേ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു തത്വമാണ് ആ പറഞ്ഞത്. അത് കേൾക്കുമ്പോ മനസ്സിലാവുക ഹദീസിന്റെ പശ്ചാത്തലമാണത്. അങ്ങനെ നമ്മളൊക്കെ സംസാരിച്ചത്. അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് വേറെ, ഹദീസിൽ പറഞ്ഞത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹനീഫ ഇവിടെ നിന്നിട്ട് തിരിച്ചടിയിട്ടുണ്ട്. രണ്ടും ഒന്നെ വിഷയം. ഐനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെ ശിർക്ക് എന്ന് നമ്മൾ ചോദിച്ചു. ഒരു ഭാഗത്ത് സ്വലാഹി ജബ്ബാർ മൗലവി എഴുതിയ പരാമർശം യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുകയും മറുഭാഗത്താവട്ടെ ജബ്ബാർ മൗലവി ഇതിനെ ശക്തിയോടെ നിഷേധിക്കുകയും ചെയ്തു. ഐനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെ ശിർക്ക് എന്ന് നമ്മൾ ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. അത് കേൾക്കുമ്പോ മനസ്സിലാവുക ഹദീസിന്റെ പശ്ചാത്തലമാണത്. അങ്ങനെ നമ്മളൊക്കെ സംസാരിച്ചത്. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം
ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുണ്ടിയിട്ടില്ല. വിഷയമല്ലോ ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുണ്ടിയിട്ടില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് വേറെ, ഹദീസിൽ പറഞ്ഞത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹനീഫ ഇവിടെ നിന്നിട്ട് തിരിച്ചടിയിട്ടുണ്ട്. രണ്ടും അന്ന് തന്നെ വിഷയം. ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുണ്ടിയിട്ടില്ല. ചില ആളുകൾ പറയാണ് എന്നെ ജബ്ബാർ മൗലവി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞാണല്ലോ. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മൗലവി നിങ്ങൾ എന്തിനാ ഒരു ലൈഫായ ഹദീസും കൊണ്ട് നടക്കണേ, നിങ്ങൾക്ക് അതൊന്നാണ് വിട്ടൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൈഫായ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ കുട്ടിയെ, ഞാനൊരു തത്വം പറഞ്ഞല്ലേ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു തത്വമാണ് ആ പറഞ്ഞത്. ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല, ഇതിനല്ലേ അത് പറയേണ്ടതുള്ളൂ. ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല, ഇതിനല്ലേ അത് പറയേണ്ടതുള്ളൂ. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം സംഭവിച്ചത്? എന്തിനാണ് സ്വലാഹി ഈ കള്ളം കെട്ടിച്ചമച്ചത്? ഉത്തരം വളരെ ലളിതമാണ്. ഒന്ന്, പ്രസ്ഥാനത്തിലെ പ്രശ്നം തുടങ്ങുന്നത് ജബ്ബാർ മൗലവിയുടെ ഈ പരാമർശം വന്നതോടെയാണ്. ഈ പരാമർശം സലഫി ലോകത്തുള്ള ഒരു പണ്ഡിതനും അംഗീകരിക്കില്ല. യാ ഇബാദല്ലാഹി അഈനൂനി എന്നതിന്റെ വ്യാഖ്യാനത്തെ അംഗീകരിക്കുന്നവർ പോലും. കാരണം ഇതൊരു ഹദീസല്ല, ഇതൊരു ഹദീസിന്റെ തത്വവുമല്ല. രണ്ട്, ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്ന് അദ്ദേഹം എഴുതിപ്പോയി. അതുകൊണ്ട് വസീലത്തുൽ ശിർക്കും ഹറാമും എന്ന സ്വലാഹിയുടെ വാദത്തിലേക്ക് ഈ പരാമർശത്തെ സ്വലാഹിക്ക് കൂട്ടിക്കെട്ടാനാവില്ല. ഇതദ്ദേഹം ഒരു വേദിയിൽ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് കേൾക്കൂ. അത് പറയണ്ടേ? ഇപ്പൊ ചില ആളുകൾ ചോദിക്കാൻ, എന്നാ ജബ്ബാർ മൗലവി അവിടെ എന്താ ഹറാം എന്ന് പറയാഞ്ഞത്? ഹറാം എന്ന് പറയാൻ പറ്റില്ല, കാരണം മൂപ്പരയിൽ മനുഷ്യൻ എഴുതിപ്പോയി. ഞാൻ മൂപ്പരോട് നിങ്ങൾക്ക് പറ്റിയ തെറ്റതാണ്, മനുഷ്യൻ അവിടെ എഴുതാൻ പാടില്ല. കാരണം എന്താ? ഒച്ച കേൾക്കുന്ന ദൂരത്തുള്ള മനുഷ്യനോട് സഹായം ചോദിക്കൽ ഹറാമാകുമോ? മനുഷ്യൻ മലക്ക് ജിന്നിന്ന് ബ്രാക്കറ്റ് കൊടുത്തേ, മനുഷ്യൻ അതിന്റെ ഇടയിലുള്ളതുകൊണ്ട് ഹറാം എന്ന് ഹുക്കം പറയാൻ പറ്റൂല. മൂന്ന്, ജബ്ബാർ മൗലവിയുടെ വാദം ഉയർത്തിക്കാട്ടിയാൽ ജക്കരിയ സ്വലാഹിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല. കാരണം ജബ്ബാർ മൗലവിയുടെ വീക്ഷണം ശിർക്കല്ലെന്ന് മാത്രമല്ല, സ്വലാഹിക്കും എതിരാണ്, ഹറാമുമല്ല, മറിച്ച് അനുവദനീയമാണ്. അതുകൊണ്ട് ജബ്ബാർ മൗലവിയുടെ വീക്ഷണത്തെ അപ്രസക്തമാക്കി ചർച്ച യാ ഇബാദല്ലാഹി അഈനൂനി എന്നതിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടുക. 4, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൂർവികരായ അഹ്മദ് ബിൻ ഹംബലും നബവിയും മറ്റു പണ്ഡിതരും അവർ പ്രവർത്തിച്ചതിനെ എടുത്തിട്ട് കേരളത്തിലെ ഏതാനും ചില ആളുകൾ അവർ ചെയ്തത് ശിർക്കാണെന്ന് പറയുന്നു എന്ന് പ്രചാരണം നടത്തി ഗൾഫ് പണ്ഡിതന്മാരെ തനിക്കനുകൂലമാക്കുക, അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് ആ ക്ലാസുകൾ കേരളത്തിൽ പ്രചരിപ്പിച്ച് ഇവിടെയുള്ളവരെ പരമാവധി ചൂഷണം ചെയ്യുക. ഈ കുതന്ത്രങ്ങളിലൂടെ ഗൾഫ് മേഖലയിലെ ദുഷ്ടലാക്ക് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം സ്വലാഹിയെ ദുരുപയോഗം ചെയ്തതിന്റെ ഭാഗമായി നടക്കുന്നതാണ് ഇന്ന് നാം ഇവിടെ കാണുന്ന എല്ലാ കോലാഹലങ്ങളും. എന്നാൽ ഈ ഹദീസും തങ്ങളെ കൈവിടുന്നതിലേക്കാണ് ഇന്ന് ഇവരുടെ നീക്കം. 2012 വരെ ശിർക്കല്ലെന്ന് പറഞ്ഞവർ 2012 ശേഷം പുതിയ തൗഹീദുമായി കടന്നുവന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ഡോക്യുമെന്ററികൾ തന്നെ ഇവർ പുറത്തിറക്കി. പക്ഷേ ആ ഡോക്യുമെന്ററി ഒന്നിൽ പോലും ഈ ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ ഒരു ചർച്ച നടന്നതായി അവർക്ക് എടുത്തു കാണിക്കാനായില്ല. മാത്രമല്ല കളവുകളും തിരിമറികളും കുത്തിനിറച്ച് പുറത്തിറക്കിയ ഇവയെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് നിക്ഷേപിക്കാൻ പോലും പറ്റാത്ത വിധം മ്ലേച്ഛമാണെന്ന് പലരും തിരിച്ചറിഞ്ഞു. മൂവർ സംഘം, കോക്കസ്, ജിന്നുവാദക്കാരുടെ വേദികളിലെയും മറ്റും പ്രധാനമായ 2 പദപ്രയോഗങ്ങൾ. സംസാരത്തിലെ മുഴുവൻ വാക്കുകളും അരിച്ചെടുത്താൽ ഈ 2 പദങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ. കേവലം 3 പേരിൽ ഈ ബൃഹത്തായ സംഘടനയെ ചുരുക്കിക്കെട്ടിയാൽ ബാക്കിയുള്ളവരെല്ലാം പൊണ്ണന്മാരാണെന്നാണ് അതിനർത്ഥം. സ്വലാഹിക്കും കൂട്ടർക്കും ഈ മൂവർ സംഘം സ്വകാര്യമായി വല്ലതും ഏൽപ്പിച്ചുവോ എന്നാണ് ഇവരുടെ സംസാരം കേട്ടാൽ തോന്നുക.
വിശദീകരണങ്ങൾ മര്യാദയുടെ സർവ്വസീമകളും ലംഘിച്ച് മുന്നേറുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാവുകയാണിവിടെ. സ്വന്തം ഗുരുനാഥന്മാരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത് എന്ന് സലഫി മൻഹജ് യഥാവിധി ഉൾക്കൊണ്ട ഒരാളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ മാത്രം പര്യാപ്തവും മാതൃകാപരവുമാണ്. 1000 അബ്ദുറഹ്മാൻ സലഫിമാര് വന്നാലും ഈ കാലഘട്ടത്തിൽ ഈ സംഘടനയെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചുള്ള മിശിഹയാണ് അദ്ദേഹം. അബ്ദുറഹ്മാൻ സലഫിയുടെ ജൂതതന്ത്രം പയറ്റാൻ വേണ്ടി, അബ്ദുറഹ്മാൻ സലഫിയുടെ ജൂതതന്ത്രം പയറ്റാൻ വേണ്ടി, പ്രത്യേകിച്ചും രൂപത്തിലും കോലത്തിലും പ്രകടമായ ലക്ഷണമുള്ളതുകൊണ്ട് ആരും വിമർശിച്ചു പോവരുത്. അത് ഹദീസ് നിഷേധമായി മാറും. അതുകൊണ്ട് സമ്മതിക്കാം, അവർ തന്നെയാണ് സലഫി മൻഹജിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവർ. വിശദീകരണങ്ങൾ ഇനിയും മുന്നേറട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കല്ല എന്നൊരു വാദം തന്നെ ജബ്ബാർ മൗലവിക്കില്ലെന്നാണ് സ്വലാഹിയുടെ പുതിയ ഭാഷ്യം. കാര്യങ്ങൾ നേരെ ചൊവ്വെ പഠിച്ചവർക്ക് ഈ വാക്കുകൾ സ്വലാഹി 2012 പറഞ്ഞ ഏറ്റവും സൂപ്പർ ഹിറ്റ് തമാശ എന്ന് തോന്നിയേക്കാം. തമാശ എന്തും പറയാൻ സ്വലാഹിക്കും അവകാശമുണ്ട്. പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് അംഗീകരിക്കാൻ നമുക്കും ബാധ്യതയുമുണ്ട്. അദ്ദേഹം പറയട്ടെ. ജബ്ബാർ മൗലവിയുടെ വാദം ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, അങ്ങനെ വാദം ജബ്ബാർ മൗലവിക്കുണ്ടോ? മൂപ്പരന്നെ പറഞ്ഞു ചോദിക്കുന്ന വിഷയം നോക്കണമെന്ന്. അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയതല്ലാതെ ജിന്നോട് സഹായം തേടൽ ശിർക്കല്ല എന്നൊരു വാദം കൊണ്ട് മൂപ്പര് ഇറങ്ങിയിട്ടില്ല. മൂപ്പരയിൽ ജിന്ന്, മനുഷ്യൻ, മലക്ക് മൂന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്താ അദ്ദേഹത്തിന്റെ പേര് ഇല്ലാത്ത വാദം പറയുന്നത്? ശരി, നാം എന്ത് ചെയ്യണം? സ്വലാഹിക്കു വേണ്ടി ഒരിക്കൽ കൂടി ജബ്ബാർ മൗലവിയുടെ വാദം കേൾപ്പിക്കാം, അദ്ദേഹത്തിൽ നിന്ന് തന്നെ. വിജുഭൂമിയിൽ വെച്ചിട്ട് ഞങ്ങൾ മനുഷ്യനായാലും ജിന്നായാലും മലക്കായാലും എന്നെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാല് അവിടെ മലക്കിനെ ഉദ്ദേശിക്കുന്നു. ഒന്ന് മലക്കാണ് ഉദ്ദേശിച്ചത്. എന്നെ രക്ഷിക്കൂന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ? ഒരുപാട് വിഡിത്തം പറയില്ലല്ലോ. മലക്കാണല്ല ആ ശിർക്കിന്റെ അഭൗതിക വിശ്വാസം വരുന്നില്ല, ശിർക്ക് വരുന്നില്ല എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ അദൃശ്യമായ ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോ അത് അഭൗതികം തന്നെയല്ലേ? അല്ല, അദൃശ്യം വിചാരിച്ചുകൊണ്ട് അഭൗതികാവില്ല. ഉറക്കം നടിക്കുന്നത് കൊണ്ടാണോ അതോ ഓർമ്മക്കുറവ് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. സ്വലാഹി മുമ്പ് പറഞ്ഞത് തന്നെ ഏറെ വൈകാതെ അദ്ദേഹം നിഷേധിക്കുകയോ മറക്കുകയോ ചെയ്യുകയാണ്. ഒരു വേദിയിൽ അദ്ദേഹം തന്നെ വായിക്കുന്നത് കേൾക്കൂ. കേട്ടോളൂ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, അങ്ങനെ പറഞ്ഞാൽ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഇനിയെങ്കിലും മറക്കാതിരിക്കാൻ സ്വലാഹിക്കു വേണ്ടി ഒന്നുകൂടി നമുക്ക് ആവർത്തിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. കാരണം ഇനി ഈ ചോദ്യം എവിടെയും അദ്ദേഹം ആവർത്തിക്കരുത്. ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, അങ്ങനെ വാദം ജബ്ബാർ മൗലവിക്കുണ്ടോ? കേട്ടോളൂ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, അങ്ങനെ പറഞ്ഞാൽ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയതല്ലാതെ ജിന്നോട് സഹായം തേടൽ ശിർക്കല്ല എന്നൊരു വാദം കൊണ്ട് മൂപ്പര് ഇറങ്ങിയിട്ടില്ല. കേട്ടോളൂ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, അങ്ങനെ പറഞ്ഞാൽ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. മനുഷ്യൻ എന്നെഴുതിപ്പോയത് കൊണ്ടാണ് ജബ്ബാർ മൗലവി ഹുക്കുമ് പറയാതിരുന്നത് എന്നാണ് സ്വലാഹിയുടെ മറ്റൊരു ന്യായം. അത് പറയണ്ടേ? ചില ആളുകൾ ചോദിക്കാൻ എന്നാ ജബ്ബാർ മൗലവി അവിടെ എന്താ ഹറാം എന്ന് പറയാഞ്ഞത്? ഹറാം എന്ന് പറയാൻ പറ്റില്ല, കാരണം മൂപ്പരിൽ മനുഷ്യൻ എഴുതിപ്പോയി. ഞാൻ മൂപ്പരോട് നിങ്ങൾക്ക് വെച്ച തെറ്റതാണ്, മനുഷ്യൻ അവിടെ എഴുതാൻ പാടില്ല. കാരണം എന്താ? ഒച്ച കേൾക്കുന്ന ദൂരത്തുള്ള മനുഷ്യനോട് സഹായം ചോദിക്കൽ ഹറാമാകുമോ? മനുഷ്യൻ മലക്ക് ജിന്നെന്ന് ബ്രാക്കറ്റ് കൊടുത്തില്ലേ? മനുഷ്യൻ അതിന്റെ ഇടയിലുള്ളതുകൊണ്ട് ഹറാം എന്ന് ഹുക്കും പറയാൻ പറ്റൂല.
ഇത് ശരിയാണോ? സ്വലാഹിയുടെ വാദം കേട്ടാൽ ജബ്ബാർ മൗലവിയുടെ വാദം ഹറാമാണെന്ന് തന്നെയാണ് തോന്നുക. ഹുക്കുമ് പറയാതിരുന്നത് മനുഷ്യൻ എന്നെഴുതിയത് കൊണ്ടാണ്. എന്നാൽ അത്തരം ഒരു അബദ്ധം സംഭവിച്ചത് കൊണ്ടൊന്നുമല്ല ജബ്ബാർ മൗലവി അത് ഹറാമാണെന്ന് ഹുക്കുമ് പറയാതിരുന്നത്. അദ്ദേഹത്തിന്റെ വീക്ഷണഗതിയിൽ ജിന്നിനോട് സഹായം തേടുന്നത് അനുവദനീയമാണെന്നാണ്. ഹറാമാണോ എന്നൊരാളുടെ ചോദ്യത്തിന് അത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത് കേൾക്കൂ. അതാ ചിർക്കാവ് കള്ളുകൂടി ചിർക്കാവില്ലാത്ത പറഞ്ഞാൽ കള്ളു മൗലവി അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനല്ല. ചോദിക്കാതുള്ളത് നമ്മക്കാര് ചോദിക്കുമെങ്കിൽ ചെറുക്കല്ല അപ്പൊ ഹറാമാണോ? അതാ പറഞ്ഞ മൗലവി അതാണ് മൗലവി അതാണ് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹറാമല്ലെന്ന് ഖണ്ഡിതമാവുന്നില്ല. എന്നാൽ ഇനി യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം ജിന്നിനോട് സഹായതേട്ടം ഹറാമുമല്ലെന്ന് വ്യക്തമാക്കുന്ന ഭാഗം കേൾക്കൂ. ഇത് 2009 മാർച്ചിലക്കം അൽ ഇസ്ലാഹ്. ഇതിൽ അദ്ദേഹം എഴുതുന്നു: ശിർക്കല്ലാത്ത കാര്യങ്ങൾ ഹറാമായവ ഉണ്ടാവും, കറാഹത്തായവയും ഉണ്ടാവും, അനുവദനീയമായവയും ഉണ്ടാകും. അപ്പോൾ കളവ് നടത്തൽ ശിർക്കല്ല, സംസാരിച്ച് സമയം കളയൽ ശിർക്കല്ല, കിടന്നുറങ്ങൽ ശിർക്കല്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ ശിർക്കല്ലാത്ത അത്തരം കാര്യങ്ങളിൽ നിഷിദ്ധമായതും കറാഹത്തായതും അനുവദനീയമായതും ഉൾപ്പെടാമെന്നതിനാൽ നിഷിദ്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് അത് ശിർക്കല്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നിഷിദ്ധമല്ല എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല എന്ന കാര്യം ഇസ്ലാഹ് മാസിക ഒരു ചോദ്യത്തിന്റെ മറുപടി എഴുതിയത് കണ്ടപ്പോഴേക്കും സുല്ലമി കിട്ടിപ്പോയി എന്ന് വെച്ച് അവിടെ ചാടി വീണു. ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല, ഹറാമത്രേ എന്ന് അപ്പോഴേക്കും ഇതിയാൻ വെണ്ടക്ക നിരത്തി. ഇത് നുണയല്ലേ? ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മറുപടിയിൽ നിന്ന് ഹറാമായി അംഗീകരിച്ചതായി? വെറുതെ എന്തെങ്കിലും പറയലാണോ മര്യാദ? ശിർക്കല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ ഹുക്കുമ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് ചോദിച്ച ശേഷം കിട്ടിയ മറുപടിയല്ലേ ഗണ്ണിക്കേണ്ടത്? ഇതോടെ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം കാര്യം വളരെ വ്യക്തം. അദ്ദേഹത്തിന്റെ വിശ്വാസം ഹറാമാണെന്നല്ല. എങ്കിൽ പിന്നെ എന്താണ്? ശിർക്കല്ലെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു, ഹറാമല്ലെന്ന് പറഞ്ഞതും നമ്മൾ കണ്ടു. ഇനി 2 വീക്ഷണങ്ങളാണ് ബാക്കി. ഒന്ന് കറാഹത്ത്, അതല്ലെങ്കിൽ ജായിസ്. ഇതിൽ ഏതാണ് ഹുക്കുമ്? അത് വ്യക്തമാക്കുന്നതിന് മുമ്പ് ഹനീഫ മൗലവിയുടെ ഒരു ചോദ്യം നമുക്ക് കേൾക്കാം. ഹനീഫ മൗലവി പറയാണ് അത് ജായിസാക്കാൻ ശ്രമിക്കുന്നു. ഇനി ഈ തൗഹീദിന്റെ സന്ദേശവും ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് നീങ്ങുകയും അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ടവർ നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പഠിക്കണം, ഇത് മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലുള്ള തെറ്റായ ധാരണ തിരുത്തണം. ജിന്നിനോട് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്ന് ലോകത്ത് ആര് പറഞ്ഞാലും അള്ളാഹു പറയാത്ത, അള്ളാഹുവിന്റെ റസൂല് പറയാത്ത, വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാത്ത, തിരുസുന്നത്തിന്റെ പിൻബലമില്ലാത്ത, ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരുടെയും മാതൃകയിലില്ലാത്ത ഒരു കാര്യം അനുവദനീയമാണെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരുടെയും മാതൃകയിലില്ലാത്ത ഒരു കാര്യം അനുവദനീയമാണെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ ചോദ്യം വെറുതെയുള്ള ഒരു ചോദ്യമല്ല. ഇങ്ങനെ ഒരു സംഘം ഇതിന് പ്രവർത്തിക്കുന്നത് വ്യക്തമായും കൃത്യമായും അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യം തന്നെയാണ്. ഈ ചോദ്യത്തെ സ്വലാഹി ഒരു വെല്ലുവിളി രൂപത്തിൽ നേരിടുന്നത് കേൾക്കൂ. അപ്പൊ ആരോപണം അനുവദനീയാക്കുന്നുണ്ട് എന്ന് നിഴൽ യുദ്ധമാണല്ലോ. നിഴൽ യുദ്ധം നടക്കണേ. ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞേ? ശരി, ഈ ചോദ്യം ഉന്നയിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കുള്ള വിശദീകരണമാണ് നാം കേൾക്കാൻ പോകുന്നത്. സ്വലാഹിയുടെ ഈ ചോദ്യം ജനങ്ങളെ കബളിപ്പിക്കലാണ്. സ്വലാഹി അടക്കം ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന വാദക്കാരനാണെന്ന് ഒരു ആശങ്കക്കും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കാൻ പോവുകയാണ്. സർവ്വനിഗൂഢതകളും കള്ളപ്രചാരണങ്ങളും പുറത്തു കൊണ്ടുവരികയാണ് ഈ ഡോക്യുമെന്ററിയുടെ ലക്ഷ്യം. എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി തെറ്റിദ്ധരിപ്പിക്കാനുള്ള യാതൊരു പരിശ്രമവും ഇതിന് പുറകിലുണ്ടായിരിക്കുകയില്ല എന്ന് ഒന്നുകൂടി ഉണർത്തട്ടെ. സ്വലാഹിയുടെ ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. അപ്പൊ ആരോപണം അനുവദനീയാക്കുന്നുണ്ട് എന്ന് നിഴൽ യുദ്ധമാണല്ലോ.
നിഴൽ യുദ്ധം നടക്കണേ. ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞു? ആദ്യമായി ജബ്ബാർ മൗലവിയുടെ വിശ്വാസമെന്ത്? ശിർക്കല്ലെന്നും ഹറാമല്ലെന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന കൃതി. ഇതിന്റെ 206 പേജിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെ വായിക്കാം. ഇനി അതേ മനുഷ്യൻ അവിടെ വെച്ച് ചിന്തിക്കുന്നു, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എവിടെയും ആരുമില്ല. ഞാൻ വിളിച്ചാൽ മനുഷ്യർ ആരും തന്നെ വരികയുമില്ല. അതിനാൽ ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇവിടെ എന്നെ ഇങ്ങോട്ട് കാണുന്ന മലക്കുകളോ ജിന്നുകളോ ഉണ്ടാവാം. അവർ സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ എന്ന ചിന്തയിൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാലോ അത് പ്രാർത്ഥനയാകുമോ? ഇല്ല. ഇവിടെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്നുണ്ടാവും, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഭൗതികമായ രൂപത്തിൽ തന്നെ എന്നെ സഹായിക്കാൻ അവർക്ക് കഴിയും എന്ന വിശ്വാസത്തിലുള്ള വിളിയാണ്, പ്രാർത്ഥനയല്ല. തന്റെ ചുറ്റുപാടിലുള്ള മലക്കുകളെ വിളിക്കുന്നതും മരണമടഞ്ഞവരെ വിളിക്കുന്നതും ഒരുപോലെയാണെന്ന് അറിവില്ലായ്മയാണ്. ശേഷം അദ്ദേഹം പറയുന്ന ഭാഗം നോക്കൂ. പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുദ്ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇതുതന്നെയാണ്. ആദ്യം മലക്കിനെയോ ജിന്നിനെയോ വിളിക്കുന്നത് മരിച്ചവരെ വിളിക്കുന്നത് പോലെയല്ല എന്ന് സമർത്ഥിക്കുക. ശേഷം തുഹ്ഫത്തുദ്ദാക്കിരീനിൽ അനുവദനീയമാണെന്ന് ഷൗക്കാനി പറഞ്ഞ ഉദ്ധരണിയെ തെളിവായി ഉദ്ധരിക്കുക. ശിർക്കും ഹറാമും അല്ലെന്ന് പറഞ്ഞതോടെ പിന്നെ ബാക്കിയുള്ള കറാഹത്ത്, ജായിസ് എന്ന ഹുക്കുമുകളിൽ ജായിസിലേക്കാണ് ഈ മടക്കം അദ്ദേഹത്തിന്റെ വാദത്തിലൂടെ അദ്ദേഹം സമർത്ഥിച്ചത്. ചിന്തിക്കൂ സഹോദരന്മാരെ, ഇവിടെ അനുവദനീയമല്ലെന്ന വാദം ആർക്കുമില്ലേ? ഇത് അദ്ദേഹം എഴുതിയപ്പോൾ വന്ന അബദ്ധമാണെന്ന് പറഞ്ഞൊഴിവാകാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അത് അദ്ദേഹത്തിന്റെ ദൃഢവിശ്വാസമാണ്. എഴുത്തിൽ അബദ്ധം വന്നതാണെങ്കിൽ സംസാരത്തിലും അബദ്ധം വരില്ലല്ലോ. ഇതേ കാര്യം വള്ളിപുള്ളി തെറ്റാതെ അദ്ദേഹം പറയുന്നത് ഒന്നുകൂടി കേൾക്കും. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു വിധിയാ. ആ വിധി ഇസ്ലാമിന്റെ വിധിയിൽ ഞാൻ പറയേക്കല്ല. അപ്പം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ശിർക്കാണ്. പ്രാർത്ഥന വരുന്നില്ല. അദൃശ്യനായോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ സംസാരം ഇവിടെയുള്ള ജില്ലകളോ നരക്കുകളോ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതിലെ കാലത്തിന്റെ അപ്പുറമൊന്നുമില്ല. ഇല്ല, അത് വിശ്വസിച്ചാൽ പിന്നെ ശിർക്കാൻ തോന്നില്ല. കാരണം ജിന്നൊന്നും ഞങ്ങളെ കാര്യങ്ങൾ അറിയുമെന്നും ഖുർആൻ പറഞ്ഞു. അവരോട് പറഞ്ഞാലും ആവശ്യപ്പെട്ടാലും വരൂല. അതാണ് പ്രശ്നം. അവരോട് ചോദിച്ചാൽ അവരോട് പറയുന്നില്ലെങ്കിൽ അത് വിഡിത്തല്ലല്ലോ. ചോദിക്കാൻ പറഞ്ഞാൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സംഗതി ചോദിക്കുമ്പോൾ തെറ്റാവുന്നില്ലല്ലോ. അർത്ഥം ഞാൻ പറയാൻ വേറെ അർത്ഥം പറഞ്ഞുതരാം. അത് പറഞ്ഞാ പിന്നെ ഇത് പിന്നെ ഈ ഹദീസ് ഇല്ലാഹി മലായിക്കത്ത് എട്ടുപൂലമായി എസ്കുത്തുനിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് സബറാനി റിവായത്ത് ചെയ്യുന്നുണ്ട്. ഹദീസ് പ്രബലല്ല. പക്ഷെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മൗഖൂഫ് ഹസനാണ്. ഹദീസ് മുജറബാണ് എന്ന് നബവി പറഞ്ഞു അനുബന്ധത്. പിന്നെ ഇമാം അഹമ്മദ് ഇത് വെച്ച് ഹജ്ജിന് പോയാൽ വെച്ചിട്ട് കാവല് നേടി. ഇത് വെച്ച് ആരോട് പറട്ടെ, സബറാനി ശിർക്ക് പ്രചരിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇത് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളോന്നാ ചോദ്യം. അഹമ്മദ് ബിൻ ഹംബൽ ശിർക്ക് ചെയ്തോ? നബവി ശിർക്ക് പ്രചരിപ്പിച്ചോ ചെയ്തോന്നോ ചോദ്യം. അത് ഈ ഹദീസ് വെച്ച് ചോദിക്കുന്നതിന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൽ അപർന്നില്ല എന്നുള്ളത് മറുപടി കൊടുക്കുന്നത്. ചോദിക്കാൻ പറ്റൂല എന്നുള്ളത് എല്ലാ മൗലവി അതിൽ തന്നെ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ല ഹദീസ് സഹിഹല്ല വഹില്ല. അതല്ല ഈ ഹദീസിൽ ഇത് വഹിപ്പാന്നല്ല ഹസനാണ്. എന്നുള്ള മൗഖൂഫ് ഹസനാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് അപ്പൊ അവർ ചുറ്റും ശിർക്കല്ല എന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാല് അവർ ശിർക്ക് ചെയ്തൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാന്ന് അതിൽ വിഡിത്തം വരുന്നില്ലല്ലോ. കാരണം അവര് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാൻ കാരണം നമുക്ക് തെളിവ് പ്രകാരം കിട്ടാത്തതുകൊണ്ട് അല്ല. ഇത് നമുക്ക് പോരെ തബറാനിൻ്റെതും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്ത അവര് ചോദിക്കും. അല്ല, അവര് ചോദിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇനി മുതൽ ഇങ്ങനെയുള്ള സംഭവം ചോദിച്ചാൽ ശിർക്കാവും.
അതാ പറഞ്ഞത്, അതിന് ചുറ്റി വരുന്നില്ല, ചെറുക്ക് വരുന്നില്ല, ഭൗതികതയും വരുന്നില്ല. ഇല്ല. അപ്പം മലക്കിനോടും ജിന്നിനോടും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ മലക്കേരിക്കട എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കല്ലല്ലോ. മലക്ക് ഇവിടെ എവിടെയെങ്കിലും എന്ത് ശബ്ദം കേൾക്കട്ടെ, അയാൾക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ചുറ്റി വരുന്നില്ല. അതാ വിചാരിക്കുന്ന ലഭിക്കുകയാണ്. മലക്ക് എവിടെയെങ്കിലും ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കണം, വിചാരിക്കലും ചോദിക്കലുള്ള. അല്ല, അത് ആ ഉദ്ദേശത്തോട് കൂടെ ചോദിക്കുക, മരിച്ചവരെ വിളിക്കുന്ന പോലെ അല്ലല്ല. മരിച്ചുദ്ദേശിക്കുന്നില്ല. മരിച്ചവർ ചുരുക്കാന്നല്ലേ, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ഇനി എന്തു പറഞ്ഞാണ് ന്യായീകരിക്കുക? മുജാഹിദ് പ്രസ്ഥാനം ശിർക്ക് ആരോപിച്ചതോ അതോ യാഥാർത്ഥ്യം പറഞ്ഞതോ? ഉത്തരം കണ്ടെത്തൂ. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തുന്നത് ശിർക്കാരോപണമാണെന്ന് ആരോപിച്ച് ജിന്നുവാദികൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത ഒരു പണ്ഡിതനാണ് യാസിർ ബിൻ ഹംസ. ഇദ്ദേഹം ക്ലാസ്സിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയ കൃത്രിമമുണ്ട്. അത് ഈ ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗത്ത് അനാവരണം ചെയ്യാം. ഇവിടെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുകയാണ് ഉദ്ദേശം. ഇദ്ദേഹം ക്ലാസിന്റെ ആരംഭത്തിൽ പറയുന്ന കാര്യം ജിന്നിനോടുള്ള സഹായതേട്ടങ്ങൾ വിലക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നതാണ്. പിന്നീട് പറയുന്നത് 3 അഭിപ്രായമുണ്ട് എന്നും. ഇങ്ങനെ വൈരുദ്ധ്യം പറഞ്ഞാണ് ക്ലാസിന്റെ തുടക്കം. ഇതിനെ സ്വലാഹി ന്യായീകരിക്കുന്നത് കാണൂ. ഈ വിഷയം ഇവിടെ ചർച്ചയാക്കി അബ്ദുൽ ജബ്ബാർ മൗലവി ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായപ്പോൾ ഷെയ്ഖ് യാസിർ ഹംസ എന്ത് ചെയ്തു? അദ്ദേഹം ഈ ഹദീസ് കൈകാര്യം ചെയ്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് ക്ലാസ് എടുത്തു. അവരൊക്കെ പറഞ്ഞ നിലപാടുകൾ വിശദീകരിച്ചു. അപ്പൊ അതിന്റെ തുടക്കത്തിൽ മൂപ്പര് പറഞ്ഞു, കേരളത്തിലെ നമ്മുടെ സലഫി പണ്ഡിതന്മാർക്കും ദായിമാർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്, ഇത് പാടില്ലാത്തതാണ്, ഹറാമാണ്. അതാ മൂപ്പര് പറഞ്ഞു, അല്ല ലോകത്തല്ല. പിന്നെ 3 നിലപാടുണ്ട് പറഞ്ഞതാ, അത് ലോക സലഫികൾക്കറിയില്ല. ഇതാണ് കൺഫ്യൂഷൻ. എന്നാൽ കേരളത്തിലെ എന്നതും ഹറാമാണ് എന്നതും സ്വലാഹിയുടെ വകയാണ്. അദ്ദേഹം പറയുന്ന ആ ഭാഗം കേൾക്കൂ. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സലഫികൾക്കിടയിൽ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അവർ തമ്മിൽ ഈ വിഷയത്തിൽ യോജിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ജിന്നിനോടുള്ള സഹായതേട്ടം, അവ എല്ലാ ഇനങ്ങളും ഏത് ഇനമാകട്ടെ ആ ഇനങ്ങളെല്ലാം വിലക്കപ്പെടേണ്ടതാണ്, തടയപ്പെടേണ്ടതാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ലാത്തതാകുന്നു എന്ന വിഷയത്തിൽ നമ്മുടെ പ്രബോധകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണ് യാസിർ ബിൻ ഹംസ പറഞ്ഞത്. സലഫികൾക്കിടയിൽ എന്നതിനെയാണ് സ്വലാഹി കേരളത്തിൽ എന്നാക്കിയത്. വിലക്കപ്പെടേണ്ടതാണ്, തടയപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞതിനെ സ്വലാഹി ഹറാമിന്റെ ഗണത്തിലേക്കാണ് കൂട്ടിച്ചേർക്കുന്നതെങ്കിലും ക്ലാസ് മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ അറിയാം ഇത് ഹറാം എന്ന അടിസ്ഥാനത്തിലേക്കുള്ള വിലക്കപ്പെടലും തടയപ്പെടലുമല്ല എന്ന്. കാരണം ക്ലാസ്സിലുടനീളം വിളിക്കാനുള്ള തെളിവുകളും വിളിച്ചവരുടെ അനുഭവങ്ങളും ശിർക്കല്ലെന്ന സമർത്ഥനങ്ങളുമായിരുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ വൈരുദ്ധ്യമാണ് എന്ന് പറയാൻ കാരണം. യഥാർത്ഥത്തിൽ ക്ലാസ്സിലെ ഏറിയ പങ്കും ഉദ്ധരിച്ചതിൽ അനുവദനീയം എന്ന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു. ക്ലാസ് കേട്ടിറങ്ങുന്ന ഒരാൾ ജിന്നിനോട് സഹായം ചോദിച്ചില്ലെങ്കിൽ അതായിരിക്കാം ഏറ്റവും വലിയ അത്ഭുതം. അതിന് കാരണവുമുണ്ട്. 3 അഭിപ്രായമേ സലഫി ലോകത്തുള്ളൂ. അതിൽ ശിർക്കുമില്ല, വസീലത്തിൽ ശിർക്കുമില്ല, ഹറാമുമില്ല. ആ ഭാഗം ഒന്ന് കേൾക്കൂ. അതുകൊണ്ട് തന്നെ സലഫി പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ 3 നിലപാടാണുള്ളത്. എന്താണ് ചോദ്യം? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഈ ഹദീസ് പ്രകാരം ഈ ഹദീസ് സഹീഹാണോ വഈഫാണോ, അഥവാ വഈഫാണെങ്കിലും സഹീഹാണെങ്കിലും ഈ ഹദീസ് പ്രകാരം അമൽ ചെയ്യാൻ പാടുണ്ടോ, പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് 3 നിലപാടുണ്ട്. ഒന്നാമത്തെ നിലപാട് ഹദീസ് വഈഫാണ്, അതുകൊണ്ട് തന്നെ അമൽ ചെയ്യാൻ പാടില്ല, അമൽ ചെയ്യേണ്ടതില്ല. ഒന്നാമത്തെ നിലപാട് എന്താണ്? ഹദീസ് വഈഫാണ്, ദുർബലമാണ്, ഹദീസ് പ്രമാണമായി തെളിവായി നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് തന്നെ അത് പ്രകാരം പ്രവർത്തിക്കുവാനും പാടില്ല എന്നാണ് ഒന്നാമത്തെ സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണം. രണ്ടാമത്തെ വീക്ഷണം, ഈ വീക്ഷണങ്ങൾ മാത്രം 3 വീക്ഷണങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ വീക്ഷണം, ഹദീസ് ദഈഫാണ്, പക്ഷേ ഫവായിലുൽ അഅമാൽ എന്ന വിഷയത്തിൽ, അസ്കാറിന്റെ വിഷയത്തിൽ ഈ ഹദീസ് വന്നതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാം. രണ്ടാമത്തെ വീക്ഷണം എന്താണ്? ഹദീസ് ദഈഫാണ്, പക്ഷേ ഫവായിലുൽ അഅമാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയിൽ പെട്ടതാണ് ഏത്? അസ്കാറുകൾ.
അദ്കാറുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അത് പ്രകാരം പ്രവർത്തിക്കുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല. മൂന്നാമത്തെ വീക്ഷണം, ഈ ഹദീസ് ദഈഫല്ല, മറിച്ച് സ്വീകാര്യമായ ഹദീസാണ്, അതുകൊണ്ട് തന്നെ അത് പ്രകാരം പ്രവർത്തിക്കാം. ഇതാണ് 3 വീക്ഷണങ്ങൾ. 1, ഹദീസ് ദഈഫാണ്, പ്രവർത്തിക്കാൻ പാടില്ല. 2, ഹദീസ് ദഈഫാണ്, ഫളാഇൽ അമാൽ അദ്കാറുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ അഭിപ്രായം, ഹദീസ് സ്വീകാര്യമാണ്, അതുകൊണ്ട് പ്രവർത്തിക്കാം. ഈ സലഫി പണ്ഡിതന്മാർക്ക് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 വീക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. അഥവാ ഈ ഹദീസിൽ ശിർക്കുണ്ട്, ഒരു വിശ്വാസിയെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ശിർക്കുണ്ട് അടങ്ങിയിട്ടുണ്ട് എന്ന് ഒരു സലഫി പണ്ഡിതനും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. 3 നിലപാടുകളാണ് സലഫി ലോകത്തുള്ളത്. 3-ൽ പ്രധാനമായും 2 വീക്ഷണങ്ങളും മലക്കിനോടും ജിന്നിനോടും സഹായം തേടൽ അനുവദനീയമാണെന്നാണ്. ഒരു വീക്ഷണം ഹദീസ് ലഈഫായതുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ലെന്നതും. ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് ഇന്നുവരെ സലഫി ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. മായം ചേർക്കാത്ത ശുദ്ധമായ കളവ് എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. സ്വലാഹിയ വെള്ളപൂശാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് സത്യങ്ങളെ മനഃപൂർവ്വം കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഒരു ഇസ്ലാമിക പ്രബോധകനും ചെയ്യാൻ പാടില്ലാത്ത മഹാപാതകം അത് അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ 3 വീക്ഷണങ്ങൾ പറഞ്ഞതിൽ വസീലത്തുൽ ഇല ശിർക്കും ഹറാമും സലഫി പണ്ഡിത വീക്ഷണത്തിലെ 3 വീക്ഷണങ്ങളിലും വന്നിട്ടുമില്ല. എന്നിട്ടും ശിർക്കാണെന്ന് തെളിവുകൾ നിരത്തി വ്യക്തമാക്കിയ പ്രസ്ഥാനത്തെ ഇദ്ദേഹം നിശിതമായി വീക്ഷണങ്ങൾ പറഞ്ഞതിൽ വസീലത്തുൽ ഇല ശിർക്കും ഹറാമും സലഫി പണ്ഡിത വീക്ഷണത്തിലെ 3 വീക്ഷണങ്ങളിലും വന്നിട്ടുമില്ല. എന്നിട്ടും ശിർക്കാണെന്ന് തെളിവുകൾ നിരത്തി വ്യക്തമാക്കിയ പ്രസ്ഥാനത്തെ ഇദ്ദേഹം നിശിതമായി വിമർശിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ നമ്മൾ എടുത്തുചാടി ഈ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാതെ, ഈ റിവായത്തുകളൊന്നും മനസ്സിലാക്കാതെ, സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണം അറിയാതെ നമ്മൾ ഇസ്ലാമിക പ്രബോധകരെ, തൗഹീദ് പ്രചരിപ്പിക്കുന്ന പ്രബോധകർക്ക് എതിരിൽ ശിർക്ക് ആരോപിക്കുന്നത് വലിയ തെറ്റാണ്, കുറ്റകരമാണ്, പണ്ഡിതന്മാരുടെ മൻഹജിന് എതിരുമാണ് എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്. എന്നാൽ യാതൊരു തെളിവും പറയാതെ വസീലത്തുൽ ഇല ശിർക്കും ഹറാമും പറഞ്ഞ സ്വലാഹിക്കും കൂട്ടർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ്, ഒരു പണ്ഡിതൻ ഇത്രയും പക്ഷപാതിത്വം കാണിക്കാൻ പാടുണ്ടോ? സ്വലാഹി ഒന്നുകൂടി ചോദിക്കട്ടെ. ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞു? യാസിർ ഇബ്നു ഹംസ നടത്തിയ ക്ലാസ്സിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം കേൾക്കൂ. അവർ ഈ ഹദീസ് പ്രകാരം അമൽ ചെയ്തിട്ട് അവർക്ക് അതിന്റെ റിസൾട്ട് സാക്ഷാത്കരിച്ചത് കൊണ്ടാണ് അവർ ഈ ഹദീസ് പ്രകാരം അമൽ ചെയ്തിട്ടുള്ളത് എന്ന് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബിൽ 269 പേജിൽ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് രണ്ടാമത്തെ നിലപാട് എന്താണ്? ഹദീസ് ദഈഫാണെങ്കിലും അമൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കാരണം ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഒരു ഹദീസും അദ്കാറുമായി ബന്ധപ്പെട്ടതും കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞു? അപ്പോൾ ഈ വിഷയത്തിൽ രണ്ടാം നിലപാടെന്താണ്? ഈ ഹദീസ് സാബിത്താണ്, അഥവാ ബലമുള്ള ഹദീസാണ്, സ്വീകാര്യമായ ഹദീസാണ്, അതുകൊണ്ട് അത് പ്രകാരം അമൽ ചെയ്യാമെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം. ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞു? ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി ഹിജ്റ 1250 മരണപ്പെട്ട പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹം ഈ പുസ്തകത്തിലെ 264 പേജിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു സിഖാത്തുൻ. ഇമാം ഹൈസമി തന്റെ മജ്മുഉൽ സവാഇദിൽ, ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ പരമ്പരയിലുള്ള റിജാല് സിഖാത്തുകളാണ്, വിശ്വസ്തരാണെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, വഫിൽ ഹദീസ് ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്,
على جواز الاستعانة بمن لا يراهم الإنسان من عباد الله من الملائكة وصالحي الجن. ജിന്നിൽപ്പെട്ട സാലിഹീങ്ങളായ അതുപോലെ തന്നെ മലായിക്കത്തുകളോടും മനുഷ്യൻ കാണാത്ത മലായിക്കത്തുകളോടും സഹായം ചോദിക്കാമെന്നതിൽ തെളിവുണ്ട്. വലൈസ ഫീ ദാലിക ബഅസുൻ, അതിലൊന്നും കുഴപ്പമില്ല. ഇദ്ദേഹം നടത്തിയ ക്ലാസ്സിലെ കൂടുതൽ സമയവും ഹലാലാണെന്ന് പറയാനും ചോദിച്ചാൽ അത് കുഴപ്പമില്ല എന്ന് പറയാനുമായിരുന്നു. എന്നിട്ടും സ്വലാഹി ചോദിക്കുന്നു, ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞേ? ജിന്നുവാദക്കാരുടെ മറ്റൊരു വാദമാണ് ജിന്നിനോട് സഹായം ചോദിക്കുമ്പോൾ ജിന്ന് മുസ്ലിമായിരിക്കണമെന്ന് ഉറപ്പുവരുത്തിയിരിക്കണമെന്ന്, എങ്കിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നുമുള്ള നിബന്ധന. അതിനുവേണ്ടി ആയത്തും തെളിവാക്കിയാണ് ക്ലാസുകൾ നടത്താറുള്ളത്. ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് ഹനീഫ് മൗലവി ഒരു പ്രോഗ്രാമിൽ ഇതിനെ ചോദ്യം ചെയ്തത്. ആദ്യം മുസ്ലിം ജിന്നാണെങ്കിൽ കുഴപ്പമില്ല, കാഫിർ ജിന്നാണെങ്കിലാ കുഴപ്പം. അപ്പൊ ആദ്യം ഇന്റർവ്യൂ നടത്തണ്ടേ? കേട്ടോളി, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നോട്ടോ. അത് മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ കുഴപ്പമില്ല, കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ കുഴപ്പമാണ്. ഒരാൾ ഇരുക്കത്ത് പോവാണ്, അയാളുടെ കയ്യിൽ വെളിച്ചൊന്നുമില്ല, ഒരൊച്ച കേട്ട്. അപ്പൊ ആദ്യം ചോദിക്കേണ്ട എന്താ? ജിന്നെ വെളിച്ചം തരുമോന്നോ ചോദിക്കേണ്ട, അല്ല ജിന്നെ ചോദിച്ച് മുസ്ലിമാണോ കാഫറാണോന്നോ? ആദ്യം എന്ത് ചോദിക്കേണ്ടി വരും? ജിന്നെ മുസ്ലിമാണോ? പണ്ട് ഒരു കടങ്കഥ ഉണ്ടായിരുന്നു. ഒരു 2 ഡോറ്, ആ 2 ഡോറിൽ 2 കാവൽക്കാര്, ഒരാൾ സത്യം മാത്രമേ പറയൂ, ഒരാൾ കളവേ പറയൂ. ഈ സത്യം പറയുന്നത് ആരാണ് കണ്ടെത്തിയിട്ട് വേണം നന്മയിലേക്ക് പോകാൻ എന്നൊക്കെ ഉള്ള ഒരു കടങ്കഥ. അതേമാതിരി ആദ്യം ജിന്നിനോട് ചോദിക്കണത്, ജിന്നെ നീ മുസ്ലിമാണോ കാഫറാണോ? ജിന്ന് പറയുന്നു ഞാൻ മുസ്ലിമാണ്, വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാഫറായ ജിന്ന് സത്യം കളവ് പറയില്ലേ ഞാൻ മുസ്ലിമാണ്? പണ്ഡിതന്മാർ പറഞ്ഞത് ജിന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ സ്വീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? ഇയാളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഈ ഞാൻ മുസ്ലിമാണ് എന്നൊരു ജിന്ന് പറഞ്ഞാൽ ഈ ജിന്നിനോട് ആ ജിന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ മുസ്ലിം ജിന്നിനോട് ചോദിക്കാം? മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല, കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്ക് എന്ന് പറയണമെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാകണ്ടേ? അതാണ് വിശദീകരണങ്ങളിലേക്ക്, അള്ളാന്റെ റസൂല് പറഞ്ഞതിനപ്പുറത്തുള്ള വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോയാലുണ്ടാകുന്ന ഒരു പ്രയാസം. ഇവിടെ ഈ ചോദ്യത്തിന് സ്വലാഹിക്ക് മറുപടി പറയാനാവുന്നില്ല. ഉടനെ അദ്ദേഹം ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വാദമില്ലെന്ന് പറഞ്ഞ് ഒഴിവാകുന്നത് നോക്കൂ. ഇതായിരിക്കാം മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണോ എന്ന് അറിയേണ്ടതായിരിക്കാം. സഹായം ചോദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞോൽക്കല്ലേ ഞങ്ങൾക്ക് എന്താ അറിയേണ്ട ആവശ്യം? ഏത് ജിന്നു ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ സഹായം ചോദിക്കണമെന്ന് അഭിപ്രായമുണ്ടോ? മുസ്ലിം ജിന്നായാലെന്ത്, കാഫിർ ജിന്നായാലെന്ത്? സഹായം ചോദിക്കാമെന്ന് പറയുന്നവരോട് പോയി വയലറിനോടുക്ക്, ഞങ്ങളോട് പറയണ്ട. സ്വലാഹി തന്നെ പറയുന്നത് കേൾക്കൂ. അപ്പൊ അനസ് ഹനീഫക്ക് ഒരു സംശയം, അതുകൊണ്ടാ പിന്നെ മുസ്ലിം ജിന്ന് എന്ന് പറഞ്ഞേ. മുസ്ലിം ജിന്നല്ലോടോ മുസ്ലിമിനെ സഹായിക്കുള്ളൂ, കാഫിർ ജിന്ന് കാഫിറിനല്ലേ സഹായിക്കുക? അതാ അതിന്റെ ഉദ്ദേശം. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? മുസ്ലിം ജിന്ന് സഹായിക്കും എന്ന് തന്നെയല്ലേ? കാഫിർ ജിന്ന് മുസ്ലിങ്ങളെ സഹായിക്കില്ല എന്നുമല്ലേ? പിന്നെ എന്തിനാണ് സ്വലാഹി ഇത് നിഷേധിക്കുന്നത്? ഉത്തരം ലളിതം. ജിന്നുവാദികളുടെ വാദങ്ങൾക്ക് പ്രാമാണികമായി യാതൊരു തെളിവുമില്ല. ഈ ആശയം സ്റ്റേജുകളിലൊക്കെയും സ്വലാഹിയും കൂട്ടരും പറയുന്നതാണ്. അതിനെയാണ് ഇപ്പോൾ നിഷേധിച്ചത്. ജിന്നുവാദക്കാരിലെ ഒരു പണ്ഡിതൻ പറയുന്നത് കേൾക്കൂ. ഇനി അനുവദനീയമാണോ അല്ലേ എന്നതിനാണ് നമ്മൾ ഹദീസിന്റെ സിഹത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും. ഇതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്, അതായത് മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ, അവർക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖബിൽ വാദി. അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് മുഖബിൽ വാദി, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്
താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, പാപങ്ങളിലും അതുപോലെ കുറ്റകരമായ കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ സഹായിക്കാതിരിക്കുക എന്ന് മനുഷ്യർ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം ജിന്നുകളെയും മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. മുസ്ലിം ജിന്നായാലെന്ത്, കാഫിർ ജിന്നായാലെന്ത്, സഹായം ചോദിക്കാമെന്ന് പറയുന്നവരോട് പോയി വയലറിനൊടുക്ക്, ഞങ്ങളോട് പറയണ്ട. മനുഷ്യർ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് ഈ വാദക്കാരുടെ ഒരുപാട് കാപ്പട്യങ്ങൾ പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഒന്ന്, അനുവദനീയമല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലെന്ന് ശുദ്ധ തട്ടിപ്പാണ്. കാരണം മനുഷ്യർ പരസ്പരം നന്മകൾ ചെയ്യൽ നിർബന്ധമോ പുണ്യകരമോ ആയ ആയത്താണ് ജിന്നിനോടുള്ള സഹായം തേടലിനും തെളിവായി ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ജിന്നിനോട് സഹായം തേടൽ അനുവദനീയത്തിൽ നിൽക്കുന്നില്ല, മറിച്ച് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. 2, മുസ്ലിം ജിന്ന് എന്ന നിബന്ധന ഞങ്ങൾക്കില്ലെന്ന സ്വലാഹിയുടെ പൊള്ളയായ വാദത്തെ ഇത് തകർത്തെറിയുന്നു. ഈ വാദം ഇല്ലാത്തവരാണ് സ്വലാഹിയും കൂട്ടരുമെങ്കിൽ എന്തിനാണ് NV സാലിമിനെ ഇദ്ദേഹം ന്യായീകരിക്കുന്നത്? അത് കേൾക്കൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവർ NV സാലിം സാഹിബിന്റെ ഒരു ക്ലിപ്പ് അരമണിക്കൂർ പ്രസംഗം കുറച്ച് കട്ടുമുറിച്ചിട്ട് കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിക്കാം എന്ന് NV സാലിമിന് അഭിപ്രായമുണ്ട്. NV സാലിം എന്ന് പറഞ്ഞാൽ നിച്ച് ഓഫ് ട്രൂത്ത് സ്ഥാപിച്ച ആളാണ്. ഒരു എഞ്ചിനീയർ മാത്രമല്ല, നല്ലൊരു ദായിയാണ് അദ്ദേഹം. കേരളത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന ആ സംവിധാനം അദ്ദേഹത്തിന്റെ തലേന്ന് ആദ്യം ഉണ്ടായത്. ഇന്നും സൗദി അറേബ്യയിൽ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. അരമണിക്കൂർ നടത്തിയ പ്രസംഗത്തിൽ ജിന്നിനോടോ മലക്കിനോടോ ഒരു സഹായം ചോദിക്കാൻ പാടില്ല, അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. പക്ഷെ യാ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ ഒരു കുറ്റിക്കാട്ടിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ നമ്മൾ അയാളെ കാണുന്നില്ലെങ്കിലും അയാളോട് സഹായം ചോദിക്കൂലേ? അതുപോലത്തെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ആര്? NV സാലിം. കണ്ടോ, കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിക്കാന്ന് പറയുന്നു, ഇവരെ ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രല്ല, ജിന്നിനോട് സഹായം ഭൗതിക കാര്യങ്ങളിൽ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അവരെ സഹായത്തിന് ഉപയോഗിക്കാം മുസ്ലിം ജിന്നുകളെ എന്ന അഭിപ്രായമുള്ള ചില മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അവർ അതിന് തെളിവ് പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്താണ് എന്നും ആ പ്രസംഗത്തിലുണ്ട്. അത് മാത്രം കെട്ടിട്ട് കണ്ടോ, ജിന്നിനോട് ചോദിക്കാം ആയത്ത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ആയത്ത്? വ്യക്തികളുടെ വണ്ണവും വലിപ്പവുമൊന്നും ആദർശവിരുദ്ധ ആശയങ്ങൾ പറയാനും പഠിപ്പിക്കാനും ഒരാളെയും യോഗ്യനാക്കുന്നില്ല. ആ യോഗ്യത ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇന്നുവരെ പരിചയവുമില്ല. തൗഹീദിന്റെ ആശയം പഠിപ്പിക്കാൻ ഷിർക്കിന്റെ തെളിവുകൾ കൊണ്ടുവരുന്നതാണ് പാണ്ഡിത്യത്തിന്റെ അടയാളമെന്ന ധാരണ മുജാഹിദുകൾക്കില്ല. ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സിലെങ്ങനെ ജിന്നിനോട് സഹായം തേടൽ നിർബന്ധമോ പുണ്യമോ ആണെന്ന തെളിവുകൾ കടന്നുവരുന്നത്? ഇത്തരം തലതിരിഞ്ഞ ക്ലാസുകൾ മുജാഹിദുകൾക്ക് ഇതുവരെ പരിചയമില്ലാത്തതാണ്. തൗഹീദ് പഠിപ്പിക്കുമ്പോൾ ഷിർക്ക് എന്താണെന്ന് പറയുന്നതിന് വേണ്ടി ഷിർക്കിന്റെ ചില ഉദ്ധരണികൾ, പദ്യശകലങ്ങൾ തുടങ്ങിയവ ഉദ്ധരിക്കാറുണ്ട്. ശേഷം അതിനെ വിമർശിക്കാനാണത് ഉപയോഗിക്കാറുള്ളത്. ജിന്നുവാദക്കാർ നടത്തിയ ക്ലാസുകളിൽ അനുവദനീയമാണെന്ന കാര്യങ്ങൾ എടുത്തുദ്ധരിച്ച് ഈ വീക്ഷണം തെറ്റാണ്, അത് പറഞ്ഞ പണ്ഡിതന് അബദ്ധം വന്നതാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെടുത്തു കാണിച്ചു പറയൂ, ക്ലിപ്പുകൾ കട്ടുമുറിച്ചതാണെന്ന്. അത് നിങ്ങൾക്ക് പറയാനാവില്ല, കാരണം അങ്ങനെ ആ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉദ്ധരിച്ചിട്ടുമില്ല. നിങ്ങളുടെ വിശ്വാസമോ സഹായം ചോദിക്കാൻ പാടില്ലെന്നല്ല, അത് പുണ്യകരമാണെന്ന് തന്നെയാണ് എന്ന് ഞങ്ങളിവിടെ കാണിച്ചു തരികയാണ് ചെയ്തത്. അരമണിക്കൂർ പ്രോഗ്രാമിൽ നിന്ന് പ്രസക്ത ഭാഗം എടുത്തു കാണിച്ചാൽ കട്ടുമുറി, എങ്കിൽ മണിക്കൂറുകൾ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സ്വലാഹി കാട്ടുന്നതോ അത് കക്കാത്ത മുറിയും. കട്ടുമുറി എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്നതിലും ഭേദം അതിനെ നിരാകരിക്കുന്ന ഭാഗം കേൾപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ശുദ്ധമായ കളവ് പറയൽ നിർബന്ധമായി വരുന്നു. അതാണ് പ്രമാണം വിട്ട് പുറത്തുപോയാൽ എല്ലാവർക്കുമുള്ള ഗതി. പ്രമാണം തുണക്കുണ്ടാവില്ല. അപ്പോൾ ആരോപണങ്ങളും തിരിമറികളും കളവുകളും വഞ്ചനകളുമായിരിക്കും ശരണം. അതുതന്നെയാണ് കുബൂരികളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വലാഹി ഒന്നുകൂടി ചോദിക്കട്ടെ,
ഇതായിരിക്കാ മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണോ എന്ന് അറിയേണ്ടതായിരിക്കാ സഹായം ചോദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞോൽക്കല്ലേ. ഇതായിരിക്കാ മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണോ എന്ന് അറിയേണ്ടതായിരിക്കാ സഹായം ചോദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞോൽക്കല്ലേ. ഞങ്ങൾക്ക് എന്താന്ന് അറിയേണ്ട ആവശ്യം? ഏത് ജിന്നായിക്കോട്ടെ ഞങ്ങൾക്ക് ഇവിടെ സഹായം ചോദിക്കണമെന്ന് അഭിപ്രായമുണ്ടോ? മുസ്ലിം ജിന്നായാലെന്ത് കാഫിർ ജിന്നായാലെന്ത്? സഹായം ചോദിക്കാമെന്ന് പറയുന്നവരോട് പോയി വയലറിനൊടുക്ക, ഞങ്ങളോട് പറയണ്ട. ഇനി അടുത്ത ആൾ പറയട്ടെ. ഒരാള് മരുഭൂമിയിൽ ചെന്ന് അയാളുടെ വഴി തെറ്റിപ്പോയി. അങ്ങനെയായിരിക്കെ എന്റെ ശബ്ദം കേൾക്കുന്ന ഹാജരുള്ള ജിന്നാകട്ടെ മലക്കാകട്ടെ എന്നെ സഹായിക്കട്ടെ എന്ന് പറയുന്നത് ശിർക്കല്ല. കാരണം ആ ചോദിക്കപ്പെടുന്നവർ അവർ ഹാജരുള്ളവരാണ്, അവർ വിശ്വാസികളായ ജിന്നുകളാണ്, അവർ ഹാജരുള്ളവരാണ്, അവർ വിശ്വാസികളായ ജിന്നുകളാണ്, അവർ ഹാജരുള്ളവരാണ്, അവർ വിശ്വാസികളായ ജിന്നുകളാണ്, മലക്കുകളാണ്, അവർ ജീവിച്ചിരിക്കുന്ന അഹ്യാഉകളാണ് എന്നീ ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ അത് ശിർക്കല്ല എന്ന് സ്ഥാപിച്ചത്. ഇനിയും ഈ വാദഗതിയല്ലെന്ന് സ്വലാഹി നിഷേധിക്കുമോ? കളവുകളും വഞ്ചനകളും നടത്തി ഒരു സത്യത്തെ മൂടിവെക്കുന്ന ഒരു സ്വഭാവം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നാളിതുവരെ ശീലമില്ല. ഞങ്ങളാണ് യഥാർത്ഥ സലഫി മൻഹജിന്റെ ആളുകളെന്നും ഇസ്ലാഹി പ്രസ്ഥാനം ഒന്നടങ്കം മടവുരി പാതയിലേക്ക് പോയി ഹദീസ് നിഷേധികളായി മാറി എന്നുമൊക്കെ ആക്രോശിച്ച് നല്ല പിള്ള ചമയുന്ന ജിന്നുവാദികളുടെ തനിനിറമാണ് ഇനി ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഈ പ്രോഗ്രാം തീരുന്നതോടെ ഇവർ ആരാണെന്ന് നാം തിരിച്ചറിയും. യഥാർത്ഥ സലഫി പാതയിൽ ആരാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പച്ചയായ ശിർക്കൻ വിശ്വാസത്തെ അനുവദനീയവും പുണ്യവും തൗഹീദിന്റെ തത്വവുമാക്കാൻ വേണ്ടി ഒരു സംഘം നടത്തിയ തട്ടിപ്പുകളും വഞ്ചനയും പുറത്തു കൊണ്ടുവരികയാണ് ഹിദായ ഇവിടെ ചെയ്യുന്നത്. വിശദീകരണം എന്ന പേരിൽ നാടുനീള ജിന്നുവാദക്കാർ സ്റ്റേജുകളിൽ നടത്തിയ വഞ്ചനകളും തട്ടിപ്പുകളും കൃത്രിമങ്ങളും കുറച്ചൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്. ഈ ഡോക്യുമെന്ററി അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനി സ്വലാഹി നടത്തിയ വഞ്ചനാപരമായ നിലപാടാണ് നാം വിശദീകരിക്കുന്നത്. ജിന്നിനോട് സഹായം തേടൽ വസീലത്തുൽ ശിർക്കും ഹറാമുമാണെന്നാണ് യാതൊരു തെളിവിന്റെയും പിൻബലമില്ലാതെ സ്വലാഹി പറഞ്ഞു നടക്കുന്നത്. ഇത് ബാഹ്യമായ ഒരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ത്? ഹറാമാണെന്നാണോ അതോ അനുവദനീയമെന്നോ? ആദ്യം സ്വലാഹി നിഷേധിക്കുന്ന ഭാഗം നമുക്കൊന്നുകൂടി കേൾക്കാം. അപ്പൊ ആരോപണം അനുവദനീയാക്കുന്നുണ്ട് എന്ന് നിഴൽയുദ്ധമുള്ളപ്പോ നിഴൽയുദ്ധം നടക്കണേ. ഇവിടെ ആരോ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തെളിവില്ല. ആരാ ഇവിടെ പറഞ്ഞേ? ജിന്നിനോടുള്ള സഹായതേട്ടം പുണ്യകരമാണ് എന്ന് ഇനി സ്വലാഹി തന്നെ അംഗീകരിക്കുന്ന മറ്റൊരു ഭാഗമാണ് നാം കേൾക്കാൻ പോകുന്നത്. പിന്നെ സുഹൃത്തുക്കൾ, ഇപ്പൊ മനുഷ്യനോട് സഹായം ചോദിക്കൽ ഹുക്കം എന്താ? യെസ് ഓർ നോ പറഞ്ഞ മാതിരി ശിർക്ക് അല്ലെങ്കിൽ ശിർക്കല്ല എന്ന് മാത്രം പറയാൻ പറ്റുമോ? പറ്റൂല. ഒരാൾ മനുഷ്യനോട് സഹായം ചോദിക്കാണ്. സഹായം ചോദിക്കുന്ന വിഷയം എന്താ നോക്കണം. സഹായം ചോദിക്കുന്ന മനസ്സിൽ എന്താ നോക്കണം. ഒരു ദിവ്യനായ മനുഷ്യനോടാ ചോദിക്കണത്. അയാൾ മുമ്പിലുണ്ട്. പക്ഷെ ചോദിക്കണ എന്താ? എന്റെ രോഗം മാറ്റിത്തരണേ, എന്നെ രക്ഷപ്പെടുത്തണേ. അവ മുമ്പിലുണ്ട്, ഹാദിറാണ്, ജീവനുണ്ട്, ഖാദിറാണ്. പക്ഷെ ഖാദിറല്ല, ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ചോദിക്കണത്. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിക്കണത്. അവിടെ ശിർക്കായി. ഇനി ഒരു സാധാരണ കാര്യത്തിൽ ചുമടം നിന്റെ തലയ്ക്ക് വെച്ചേരണേ, അത് ജായിസാണ്, വേണമെങ്കിൽ പുണ്യമാണ്. ഞമ്മക്ക് ആ വീടൊന്ന് കൊള്ളയടിക്കുക, ഒന്ന് സഹായിക്കണേ, ഒരു പാര തരണേ, ഒരു ചുറ്റിക തരണേ. അപ്പോഴോ ഹറാമായ ചോദ്യമാണ്. അപ്പൊ ഷിർക്കിന് കാര്യങ്ങൾ ചോദിച്ചാൽ ഷിർക്കാവും, ഹറാമായി ചോദിച്ചാൽ ഹറാമാവും, ജായിദാന്ന് ചോദിച്ചാൽ ജായിദാവും. ഇതാ മനുഷ്യന്മാരോട് സഹായം ചോദിച്ചാലുള്ള ഹുക്കുമ്. പെട്ടെന്ന് ഹുക്കുമ് പറയാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് ഇവിടെ. മനുഷ്യന്റെ അതേ ഹുക്കുമ് തന്നെയാണ് ജിന്നിനും. ഷിർക്കോ ഹറാമോ പുണ്യകരമോ ആവുന്നത് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയാണ്. മുമ്പിലുള്ള ദിവ്യനോട് ചോദിക്കുന്നത് ഷിർക്കായ കാര്യമായതുകൊണ്ട് അത് ഷിർക്കായി. ചുമട് തലയിലേക്ക് വെച്ച് തരണേ എന്ന് പുണ്യകരമാണ്. വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അത് പുണ്യകരമായ കാര്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മനുഷ്യന്റെ അതേ ഹുക്കുമാണ് ജിന്നിനും എന്ന് പറയുക യഥാർത്ഥത്തിലുള്ള ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് നാം ഇപ്പോൾ കേട്ടത്. ജിന്നിനോട് സഹായം ചോദിച്ചാൽ അനുവദനീയമല്ല എന്ന ലജ്നത്തുദ്ദായിമയുടെ ഫത്വയുടെ ഭാഗം ഹനീഫ് മൗലവി വായിക്കുന്നത് കേൾക്കൂ.
ഇനി കേട്ടോ നിങ്ങൾ ഹാദിറു ഗായിബും. അടുത്ത കേട്ടോ. പണ്ഡിതന്മാര് നൽകിയ ഫത്വയിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം, ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം, ഹാദിറായ ജിന്നിന്റെയും ഗായിബായ ജിന്നിന്റെയും ഹുക്ം ഒരുപോലെയാണ്. ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം, അവരോട് സഹായം തേടൽ അനുവദനീയമല്ല. ഫീ ശൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിൽ, ഫീ ശൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിലും അവരോട് സഹായം തേടൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവെന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തെളിവ് പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ വൈദസ്തഇൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് രണ്ടും, ഈ ആയത്തും ഈ ഹദീസും മരുഭൂമിക്ക് ബാധകല്ലേ? ഇവിടെ ഹനീഫ് മൗലവി അനുവദനീയമല്ല എന്നാണ് സമർത്ഥിക്കുന്നത്. അഥവാ സ്വലാഹി പറയുന്നത് പോലെയാണെങ്കിൽ അതേ വാദം, അഥവാ അനുവദനീയമല്ല എന്ന്. ആ ഭാഗം ഒന്നുകൂടി കേൾക്കാം. ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം, അവരോട് സഹായം തേടൽ അനുവദനീയമല്ല, അവരോട് സഹായം തേടൽ അനുവദനീയമല്ല. ഫീ ശൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിലും, ഫീ ശൈഇൻ മിനൽ അശ്യാഇ, ഒരു കാര്യത്തിലും അവരോട് സഹായം തേടൽ അനുവദനീയമല്ല, ഒരു കാര്യത്തിലും അവരോട് സഹായം തേടൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവെന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നാൽ ജിന്നുവാദികളുടെ യഥാർത്ഥ വിശ്വാസവും അനുവദനീയമല്ല എന്നാണെങ്കിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞതിനെ ഗണ്ണിച്ച് സംസാരിക്കുമോ? ഞങ്ങളും പറയുന്നത് അത് തന്നെയല്ലേ എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അവരുടെ ഉള്ളിലെ കാപ്പട്യം അവരറിയാതെ പുറത്തു ചാടുന്നത് നോക്കൂ. അനുവദനീയമല്ല എന്ന് പറഞ്ഞതിനെ ഗണ്ണിക്കുകയാണ്. അത് കേൾക്കൂ. അതെല്ലായിടത്തും ബാധകമാണ്. അതിനെല്ലാം മനസ്സിലാക്കാം. അത് ഇസ്തിആനത്ത് ഏതാ? ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്. അതിനെല്ലാം മനസ്സിലാക്കാം. അത് ഇസ്തിആനത്ത് ഏതാ? ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്. നമ്മൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് മുസ്ലിയാക്കന്മാര് പറയും. നിങ്ങൾ ഭാര്യയോട് കഞ്ഞി ചോദിക്കാറില്ലേ? ഹോട്ടലിൽ പോയിട്ട് ചായ തരുമെന്ന് ചോദിക്കാറില്ലേ? ഈ തെങ്ങുമ്മ കയറി തരുമെന്ന് ചോദിക്കാറില്ലേ? അതൊക്കെ ശിർക്കാണോ? അപ്പൊ നമ്മൾ പറയും അവിടെ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞ ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്. ഇബാദത്താകുന്ന ഇസ്തിആനത്ത് ആരോടും പാടില്ല, ഗായിബിനോടും പാടില്ല, ഹാദിറിനോടും പാടില്ല. അതെ, സ്വലാഹി പറയുന്നതിനർത്ഥം ജിന്നിനോട് സഹായം തേടാമെന്നത് അനുവദനീയമാണ്. തേടാൻ പാടില്ലാത്തത് ഇബാദത്താവുന്ന ഇസ്തിആനത്താണ്. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് സ്വലാഹിയുടെ വിശ്വാസം അനുവദനീയമാണെന്നതിന്? അദ്ദേഹത്തിന്റെ ഈ ചോദ്യം ശുദ്ധ തട്ടിപ്പല്ലേ? ഇതോടെ ജിന്നുവാദികളുടെ എല്ലാവരുടെയും വാദം ചോദിക്കാം, അത് അനുവദനീയമാണ്, പുണ്യകരമാണ് എന്നെല്ലാം നാം കൃത്യമായി മനസ്സിലാക്കി. ഇതോടെ പ്രസ്ഥാന നേതാക്കളും പണ്ഡിതരും ഇവരെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കലും ആരോപണമല്ല, കൃത്യവും സത്യവുമാണെന്ന് നാം ഇതിനോട് ചേർത്ത് വായിക്കുക. അവരത് വെറുതെ പറഞ്ഞതല്ല. ജിന്നുവാദക്കാരുമായുണ്ടായ ചർച്ചകളിൽ അവരുടെ വാദങ്ങളും തർക്കങ്ങളും കേട്ട് മനസ്സിലാക്കി കൃത്യമായി പറഞ്ഞതാണ്. ഇനി ഏറ്റവും വലിയ സ്വലാഹി പറഞ്ഞ കളവുകളും തട്ടിപ്പുകളുമാണ് പിടികൂടാൻ പോകുന്നത്. അഥവാ ഇത് അനുവദനീയമാക്കാൻ വേണ്ടിയും ശിർക്കല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും. അതിന്റെ തുടർഭാഗം കേൾക്കുക ശ്രദ്ധയോടെ, അല്പം സുദീർഘമാണ്. ഇബാദത്താകുന്ന ഇസ്തിആനത്ത് ആരോടും പാടില്ല, ഗായിബിനോടും പാടില്ല, ഹാദിറിനോടും പാടില്ല. അത് ഫത്വന്റെ ഒരു കഷ്ണ. ഈ കഷ്ണം മാത്രമേ വായിക്കുള്ളൂ, അതിന്റെ മേലെന്ന് വായിക്കണം. എന്താ ചോദ്യം എന്നറിയോ? ജമിയത്തുൽ ഉലമയുടെ ഫത്വയിൽ തെറ്റിദ്ധരിപ്പിച്ച ലജ്ന ദായിമയുടെ ഫത്വയാണ്. ഫിൽ ബൽദത്തിൽ ലത്തി യസ്കുനു ഫിഹാ അശ്ർകു മുന്തശിറുൻ ബികുല്ലി മലാഹിരി. ജമിയത്തുൽ ഉലമ തന്നെ കൊടുത്ത അർത്ഥം കേട്ടോളി. ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുമുള്ള സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. എന്നിട്ടോ وقد وضع في يدي كتاب عنوان علاج الامور السحريه وكتاب الشرك ومظاهره. സിഹിർ ചികിത്സയെക്കുറിച്ചും ശിർക്കിനെ കുറിച്ചുമുള്ള രണ്ട് പുസ്തകങ്ങൾ എനിക്ക് കിട്ടി. വജത്ത് ഫിഹാ ജുംലത മിനൽ അഹാദീസ് സഹീഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുബീഹു റുഖാ ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് റുഖിയ അനുവദിക്കുന്ന കുറെ ഹദീസുകൾ ഞാൻ അതിൽ കണ്ടു. ഫഷ്തഗൽതു ബിർ റുഖാ. അപ്പോൾ ഞാൻ റുഖിയയിൽ ഏർപ്പെട്ടു.
വലികസ്രത്തി ഇഖ്റാജി സിഹ്രി വലികസ്രത്തിൽ മർള, രോഗികൾ വർദ്ധിച്ചു. ഖുസൂസൻ അല്ലദീന ബിഹിം സിഹ്റുൻ ഔ സർഉൻ, സിഹ്റോ അല്ലെങ്കിൽ പിന്നെ അപസ്മാരമുള്ള. അങ്ങനെ അസ്ബഹത്തു അർഖി ലൈലൻ വനഹാറ, ഞാൻ രാത്രിയും പകലൊക്കെ മന്ത്രിക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദ്യം എന്താ? ഫഹൽ യജൂസു ലി അൻ അസ്തഈന ബിജിന്നിൻ, എനിക്കൊരു ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ലി അജ്ലി ഇഖ്റാജി സിഹ്രി, സിഹ്ർ ചെയ്തിട്ട് എവിടെയോ കൊണ്ടുപോയൊക്കെ കുഴിച്ചിട്ടുണ്ടാവും, അത് പുറത്തെടുക്കാൻ വേണ്ടി. സിഹ്ർ പുറത്തെടുക്കാൻ ജിന്നിന് സഹായം തേടാൻ പറ്റുമോ? ഔ അംരിഹി അൻ യബ്ഹസ അൻ തമാഇമിൽ മഖ്ഫിയ, അല്ലെങ്കിൽ എനിക്കൊരു ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? എവിടെയോ ഏലസുകൾ മറച്ചു വെച്ചിട്ടുണ്ട്, ക്ഷുദ്രപ്രവർത്തനങ്ങൾ ചെയ്ത് ഏലസുകൾ എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് എവിടെയാണ് എന്ന് അത് എടുത്തു അത് അന്വേഷിച്ച് കൊണ്ടുപോവാ എന്ന് ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എന്താ ചോദ്യം? ജിന്ന് ചികിത്സ നടത്തുന്ന ആൾക്ക് മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ അന്വേഷിക്കാൻ ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ സിഹ്റിനെ പുറത്താക്കാൻ ജിന്നിനെ സഹായം തേടാൻ പറ്റുമോ? ഇത് രണ്ടും ഗൈബിയായ വിഷയമാണ്. അപ്പം ഇതിനെ കൊടുക്കണം മറുപടി ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീന. അതുപോലെ അൽ-ഇസ്തിആനത്ത് പറഞ്ഞാൽ എന്താ? എല്ലാ ഇസ്തിആനത്തല്ല, ഈ പറഞ്ഞ ഇസ്തിആനത്ത് നല്ലോണം പഠിച്ചു വെച്ചു അറബി കോളേജിലെ കുട്ടികള്. ലാ യജൂസു അൽ-ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീന, ഈ പറഞ്ഞ ഇസ്തിആനത്ത് ജിന്നിനോടും പറ്റൂല ഗായിബീങ്ങളോടും പറ്റൂല. ലിഅന്ന ഹാദാ മിന ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല, ഇത് അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്. ലിഅന്ന അൽ-ഇസ്തിആനത, ഈ പറഞ്ഞ ഇസ്തിആനത്ത് ഇബാദത്തുൻ, അവിടെ അൽ-ഇസ്തിആനത്ത് പറയും എല്ലാ ഇസ്തിആനത്തും ആക്കാണ് തട്ടിപ്പത്, ഖുറാബി തട്ടിപ്പ്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ, ഇബാദത്താകുന്ന ഇസ്തിആനത്ത് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി, മനുഷ്യനെയും പറഞ്ഞോടെ ഇബാദത്താകുന്ന സഹായതത്വം ജിന്നിലേക്കും തിരിക്കാൻ പറ്റൂല, ആരിലേക്കും തിരിക്കാൻ പറ്റൂല? മനുഷ്യനിലേക്കും തിരിക്കാൻ പറ്റൂല. വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം, മലക്കുകളിലേക്ക് മറ്റാരിലേക്കും തിരില്ല. പിന്നെ ഇനി പറ്റണത് അവിടെ പറഞ്ഞു, ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാദിരി, ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാദിരി, അത് പറ്റുന്ന ഇസ്തിആനത്താ. ജീവനോട് ഇവിടെ ഹാജറുള്ള മിനൽ ഇൻസി, ഇൻസിനോട് ഫീമാ യഖ്ദിറു അലൈഹി, ഹാജറുള്ള മനുഷ്യനോട് ഇസ്തിആനത്ത് ചെയ്യാം. കൽ ഇസ്തിആനത്ത് ബിൽ ഇൻസാനിൽ ഹയ്യിൽ ഖാദിരി ഫി സിറാഅത്തി വൽ ബിനാഇ വഖിതാലിൽ അഅദായി, ശത്രുക്കളോട് യുദ്ധം ചെയ്യാനും കെട്ടിട നിർമ്മാണത്തിനും കൃഷിയിലുമൊക്കെ കഴിവുള്ള ജീവുള്ള മനുഷ്യനോട് ഇസ്തിആനത്ത് നടത്തുന്നത് പോലെ. പിന്നുള്ള വാചകം അവരെടുത്തത് അത് മാത്രം കഷ്ണം മുറിച്ചതാ. അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്കുമു ഹാദിരിഹിം, അവർ ഹാദിറായ ആളുടെ ഹുക്കുമ തന്നെയാണ് സഗായിബിഹിം, ഗായിബിനെ പോലെ തന്നെ. ലാ തജൂസുൽ ഇസ്തിആനത്തു ബിഹിം, ഈ പറഞ്ഞ ഇസ്തിആനത്ത് അവരോട് പാടില്ല. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. അപ്പൊ ഗൈബിയായ വിഷയത്തിൽ ഹാദിറിനോടും ചോദിക്കാൻ പാടില്ല, ഗായിബിനോടും ചോദിക്കാൻ പാടില്ല, അതാ അവിടെ വിഷയം. അൽ-ഇസ്തിആനത്ത്, ആ പറഞ്ഞ ഇസ്തിആനത്ത് അത് ഗായിബും ഹാദിറും ഒക്കെ കണക്ക് തന്നെയാണ്. ഏതുപോലെ എന്നെ ഹിദായത്തിലാക്കണേന്ന് എവിടെയോ ഉള്ള ഒരു ദിവ്യനോട് പറയുന്നതും തൊട്ട് മുമ്പിലുള്ള ദിവ്യനോട് പറഞ്ഞ സംഗതി എന്താ ശരിക്കല്ലേ? അപ്പൊ പറയപ്പെടുന്ന വിഷയം ഗൈബിയായ വിഷയമാണ്. ഇസ്തിആനത്ത് ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്. എന്നിട്ട് ഇയ്യാക്കനഅബ്ദുൻ വൈദസ്ഥാനത്തെയും കൊടുത്താൽ തന്നെ മനസ്സിലാക്കിക്കൂടെ അത് ഇബാദത്താകുന്ന ഇസ്തിആനത്താണ്? അത് മരുഭൂമിക്ക് ബാധകല്ലെന്ന് കൺഫ്യൂഷൻ കാച്ച. പിന്നെ അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഫത്വയാണ് ജമിയത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത്. തെറ്റാണത്, ലജ്ന പറയാത്ത വിഷയം. അത് ലജ്ന പറയുന്ന ലജ്നത്തായ്മ സൗദിയിൽ പറഞ്ഞിട്ടുള്ളത് ജിന്ന് ചികിത്സ നടത്തുന്ന ആൾക്ക് മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ കണ്ടെത്താനും സിഹിർ മറച്ചു വെച്ച് തിരികാനും അത് ഗൈബിയായ വിഷയം. അതിന് ജിന്നിന്റെ സഹായം തേടാൻ പറ്റുമോ? അത് ശിർക്കാണ്. ആർക്കവിടെ സംശയം? ഈ ഫത്വയിൽ സ്വലാഹി നടത്തിയ കൃത്രിമങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ആശയവൈരുദ്ധ്യങ്ങൾ സംഭവിച്ചത് തിരിച്ചറിയാൻ കഴിഞ്ഞോ? അർത്ഥങ്ങളിൽ പറഞ്ഞ കളവുകൾ കണ്ടെത്താനായോ? ദുർവ്യാഖ്യാനിച്ചത് തിരിച്ചറിഞ്ഞോ? അവസാനം കൊണ്ടുവന്ന വാദഗതികൾ പൊട്ടിത്തകർന്നത് മനസ്സിലായില്ലേ? ഇല്ല എങ്കിൽ ഓരോന്നോരോന്നായി കേൾക്കൂ. അതെന്താ ചോദ്യം? ജിന്ന് ചികിത്സ നടത്തുന്ന ആൾക്ക് മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ അന്വേഷിക്കാൻ ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ സിഹിറിനെ പുറത്താക്കാൻ ജിന്നിന്റെ സഹായം തേടാൻ പറ്റുമോ? ഇത് രണ്ടും ഗൈബിയായ വിഷയമാണ്. അപ്പം ജലത്തിലെ കൊടുക്കണം മറുപടി ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീന,
അതുപോലെ അല്ലിസ്ത്യാനത്ത് പറഞ്ഞ എന്താ? എല്ലാ ഇസ്ത്യാനത്തല്ല, ഈ പറഞ്ഞ ഇസ്ത്യാനത്ത് നല്ലോ പഠിച്ചു വെച്ചു അറബി കോളേജിലെ കുട്ടികള്. ലാ യജൂസു അല്ലിസ്ത്യാനത്ത് ബിൽ ജിന്നി വൽ ഗായിബീന, ഈ പറഞ്ഞ ഇസ്ത്യാനത്ത് ജിന്നിനോടും പറ്റൂല ഗായിബീങ്ങളായോടും പറ്റൂല. ലജ്ന പറഞ്ഞ കൃത്യമായ അർത്ഥം ഈ തരത്തിലുള്ള സഹായതേട്ടം ജിന്നിനോടോ മറഞ്ഞവരോടോ പാടില്ല, ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നാണ്. ഇത് ലജ്ന പറഞ്ഞതിന്റെ ഉദ്ദേശം ഏതൊരു കുട്ടിക്കും അറിയാം. കാരണം ജിന്ന് മനുഷ്യന് അദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. അതുകൊണ്ടാണ് ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് ലജ്ന പറയാൻ കാരണം. എന്നാൽ ഫത്വയിൽ പറഞ്ഞ ജിന്ന് അദൃശ്യമെന്നതിനെ സ്വലാഹി ഏലസ് കണ്ടെത്തുക എന്ന പ്രവർത്തനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഏലസും മറഞ്ഞു കിടക്കുന്നതാണല്ലോ. മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ ജിന്നിനോ മലക്കിനോ മനുഷ്യനോ ആർക്കും അറിയില്ല. ആ ഗണത്തിലേക്കാണ് സ്വലാഹി ലജ്ന പറഞ്ഞ ഗൈബിനെ കൂട്ടിച്ചേർക്കുന്നത്. ആ ഭാഗം ഒന്നുകൂടി കേൾക്കൂ. അപ്പൊ എന്താ ചോദ്യം? ജിന്ന് ചികിത്സ നടത്തുന്ന ആൾക്ക് മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ അന്വേഷിക്കാൻ ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ സിഹിറിനെ പുറത്താക്കാൻ ജിന്നിന്റെ സഹായം തേടാൻ പറ്റുമോ? ഇത് രണ്ടും ഗൈബിയായിരിക്കുക. അപ്പം ജിന് കൊടുക്കുന്ന മറുപടി ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീന. അതുപോലെ അല്ലിസ്ത്യാനത്ത് പറഞ്ഞ എന്താ? എല്ലാ ഇസ്ത്യാനത്തല്ല, ഈ പറഞ്ഞ ഇസ്ത്യാനത്ത് നല്ലോ പഠിച്ചു വെച്ചു അറബി കോളേജിലെ കുട്ടികള്. ലാ യജൂസു അല്ലിസ്ത്യാനത്തു ബിൽ ജിന്നി വൽ ഗായിബീന, ഈ പറഞ്ഞ ഇസ്ത്യാനത്ത് ജിന്നിനോടും പറ്റൂല ഗായിബീങ്ങളായോടും പറ്റൂല. അതെ, പക്ഷേ ഈ വാദം സ്വലാഹി തന്നെ അറിയാതെ അർത്ഥം പറഞ്ഞപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കേൾക്കൂ. ക്ഷുദ്രപ്രവർത്തനങ്ങൾ ചെയ്ത് ഏലസുകൾ എവിടെയോ കുഴിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് അത് അന്വേഷിച്ചു കൊണ്ടുവാ എന്ന് ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എന്താ ചോദ്യം? ജിന്ന് ചികിത്സ നടത്തുന്ന ആൾക്ക് മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ അന്വേഷിക്കാൻ ജിന്നിനോട് കൽപ്പിക്കാൻ പറ്റുമോ? ആ ഫത്വയിൽ പറയുന്നത് റുഖിയ നടത്തുന്ന ഒരാൾ സിഹ്ർ കണ്ടെത്തി പുറത്തെടുക്കാനും ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ? അതുപോലെ തന്നെ മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ എവിടെയൊക്കെയാണ് എന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടി ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ റുഖിയ നടത്തുന്ന ആൾക്ക്? അപ്പോ ലജ്ന ഫത്വ കൊടുത്തു, അത് ശിർക്കാണ്, അത് ഇബാദത്തായ ഇസ്തിആനത്താണ്, അത് ശിർക്കാണ്, പാടില്ലാത്തതാണ്. അന്വേഷിച്ചു കണ്ടെത്തുക എന്നതോടെ മറഞ്ഞ കാര്യം ചോദിക്കുക എന്ന ഗൈബ് പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ ജിന്നിന് മറഞ്ഞ കാര്യം അറിയും എന്ന വിശ്വാസത്തെയാണ് ലജ്ന ശിർക്ക് എന്ന് പറഞ്ഞതെന്ന സ്വലാഹിയുടെ ദുർവ്യാഖ്യാനം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഇനി അടുത്തത് ലജ്ന പറയുന്ന യഥാർത്ഥ അർത്ഥം കേൾക്കൂ. ഈ തരം സഹായതേട്ടം ആരാധനയാണ്. ഇത് അള്ളാഹുവിലേക്കല്ലാതെ ജിന്നിലേക്കോ മനുഷ്യരിലേക്കോ മലക്കുകളിലേക്കോ മറ്റാരിലേക്കും തിരിച്ചുവിടാൻ പാടില്ല. ഹാജറും കഴിവുമുള്ള മനുഷ്യനോട് സഹായം തേടാം. ശത്രുക്കളോട് യുദ്ധം ചെയ്യാനും കെട്ടിട നിർമ്മാണത്തിനും കൃഷിയിലും സഹായം തേടുന്നത് പോലെ. ഇതാണ് ലജ്നയുടെ ഫത്വയിലെ അടുത്ത ഭാഗം. ഇനി പറ്റുന്നതെന്താണ് എന്ന് പറഞ്ഞ് സ്വലാഹി പറയേണ്ടിയിരുന്നത് ജിന്നിനോട് പറ്റുന്നതായിരുന്നു. പക്ഷേ ജിന്നിനോട് പറ്റുന്ന ഒരു സഹായതേട്ടം ലജ്ന ആ ഫത്വയിൽ എവിടെയും പറഞ്ഞിട്ടേയില്ല. കാരണം അത് ശിർക്കാണെന്ന് പറയുന്നതാണല്ലോ ഈ ഫത്വ തന്നെ. സ്വലാഹി പറഞ്ഞ അർത്ഥകൽപ്പനയായിരുന്നുവെങ്കിൽ ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ എന്ന ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് ഹാജറും കഴിവുമുള്ള മനുഷ്യനോട് സഹായം തേടാം എന്നല്ലല്ലോ മറുപടി പറയേണ്ടത്. ഹാജറും കഴിവുമുള്ള ജിന്നിനോട് ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം എന്നായിരുന്നല്ലോ മറുപടി പറയേണ്ടിയിരുന്നത്. ഇതാണ് ഈ തട്ടിപ്പിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇബാദത്താകുന്ന സഹായതേട്ടം ജിന്നിലേക്കും തിരിക്കാൻ പറ്റൂല, ആരിലേക്കും തിരിക്കാൻ പറ്റൂല, മനുഷ്യനിലേക്കും തിരിക്കാൻ പറ്റൂല. വലാമിനൽ മലായികത്തി വലാ ഗൈരിഹിം, മലക്കിലേക്ക് മറ്റാരിലേക്കും തിരില്ല. പിന്നെ ഇനി പറ്റണത് അവിടെ പറഞ്ഞു, ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാളിരി, അത് പറ്റുന്ന ഇസ്തിആനത്താ. ജീവനോട് ഇവിടെ ഹാജറുള്ള മിനൽ ഇൻസിനോട് ഫീമാ യഖ്ദിറു അലൈഹി, ഹാജറുള്ള മനുഷ്യനോട് ഇസ്തിആനത്ത് ചെയ്യാം. ശത്രുക്കളോട് യുദ്ധം ചെയ്യാനും കെട്ടിട നിർമ്മാണത്തിനും കൃഷിയിലുമൊക്കെ കഴിവുള്ള ജീവുള്ള മനുഷ്യനോട് ഇസ്തിആനത്ത് നടത്തുന്നത് പോലെ. ഈ അർത്ഥകൽപ്പന കൊണ്ടുവരാൻ വേണ്ടി സ്വലാഹി കളിച്ച കളി നാദാപുരത്ത് പേരോട് സഖാഫി
ഐക്കല്ലിനെ ഐ കല്ല് എന്ന് പറഞ്ഞ അതേ കളിയെയാണ് അനുസ്മരിപ്പിക്കുന്നത്. കളവ് പറയുന്നതിന് മുമ്പ് പേരോട് സ്ഥിരം പറയാറുള്ള വാക്കാണ് മുതഅല്ലിമീങ്ങൾ കേട്ട് പഠിക്കണമെന്ന പ്രയോഗം. ഇവിടെ മുതഅല്ലിമീങ്ങൾ എന്നല്ല പറയുന്നത് എന്ന് മാത്രം അത് ശ്രദ്ധിക്കൂ. അത് അല്ലിസ്ത്യാനത്ത് എന്താ? എല്ലാ ഇസ്ത്യാനത്തല്ല, ഈ പറഞ്ഞ ഇസ്ത്യാനത്ത് നല്ലോണം പഠിച്ചു വെച്ച അറബി കോളേജിലെ കുട്ടികള് ലാ യജൂസു അല്ലിസ്ത്യാനത്ത് ബിൽ ജിന്നി, നല്ലോണം പഠിച്ചു വെച്ച അറബി കോളേജിലെ കുട്ടികള് ലാ യജൂസു അല്ലിസ്ത്യാനത്ത് ബിൽ ജിന്നി വൽ ഗായിബീന, ഈ പറഞ്ഞ ഇസ്ത്യാനത്ത് ജിന്നിനോടും പറ്റൂല ഗായിബീങ്ങളായോടും പറ്റൂല. അതുമാത്രമല്ല, അറബി കോളേജിലെ കുട്ടികൾക്ക് അർത്ഥം പഠിപ്പിക്കുന്നത് ഒന്ന് കേൾക്കൂ. ഇബാദത്താകുന്ന ഇസ്ത്യാനത്ത് അല്ലാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. ഇബാദത്താകുന്ന ഇസ്ത്യാനത്ത് അല്ലാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. ഇബാദത്താകുന്ന ഇസ്ത്യാനത്ത് അല്ലാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. ഈ വാചകത്തിൽ ഇബാദത്ത് എന്ന ഒരു പദം തന്നെ ഇല്ലെന്ന് ഏത് കുട്ടിക്കും അറിയാം. മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ വക കൂട്ടിച്ചേർക്കുകയാണ്, അൽ ഇസ്തിആനത്തിന് അദ്ദേഹത്തിന്റെ ദുർവ്യാഖ്യാനത്തിന് ബലമേകാൻ. ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിൽ സ്വലാഹി നടത്തിയ മറ്റൊരു കൃത്രിമം കേൾക്കൂ. കണ്ടോ, ഇബാദത്താകുന്ന ഇസ്തിആനത്തിനെ പറ്റിയാ ചോദിച്ചത്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം. ആ ഇബാദത്ത് തിരിച്ചുവിടാൻ പാടില്ല. ജിന്നിലേക്കും തിരിച്ചു വിട്ടൂടാ, മലക്കിലേക്കും തിരിച്ചുവിടാ, മനുഷ്യനിലേക്കും തിരിച്ചു വിട്ടൂടാ. കണ്ടോ, അപ്പൊ എല്ലാ സഹായത്തോട്ടവും ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായത്തോട്ടം ശിർക്കെന്തിന് വന്നിടോ? വൈരുദ്ധ്യാണ്. നോണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെന്നെ കൊണ്ട് ഒപ്പിടിച്ചത്. കുബൂരികളെയും നാണിപ്പിക്കും വിധമുള്ള ഒരു തട്ടിപ്പാണ് നാം കണ്ടത്. ഒരു വാചകത്തിലെ മുകൾ ഭാഗം ഇടക്ക് വായിച്ചു നിർത്തി ബാക്കി വരുന്ന ഭാഗം മറച്ചു വെക്കുക. യഥാർത്ഥത്തിൽ ആ ഭാഗത്തിന്റെ പൂർണ്ണരൂപം ഇതാണ്: ഈ ഇസ്തിആനത്ത് അള്ളാഹുവിലേക്കല്ലാതെ ജിന്നിലേക്കോ മനുഷ്യരിലേക്കോ മലക്കുകളിലേക്കോ മറ്റാരിലേക്കും തിരിച്ചുവിടാൻ പാടില്ല. ഹാജറും കഴിവുമുള്ള മനുഷ്യനിലേക്കല്ലാതെ. ശത്രുക്കളോട് യുദ്ധം ചെയ്യാനും കെട്ടിട നിർമ്മാണത്തിലും കൃഷിയിലും സഹായം തേടുന്നത് പോലെ. ഇതിൽ ജിന്നിലേക്കോ മനുഷ്യരിലേക്കോ മലക്കുകളിലേക്കോ മറ്റാരിലേക്കും തിരിച്ചുവിടാൻ പാടില്ല എന്നുവരെ വായിച്ചു. മനുഷ്യൻ ഇതിൽ വന്നതോടെ വൈരുദ്ധ്യം വന്നില്ലേ എന്ന് ചോദിക്കുക. ഈ തട്ടിപ്പും മനഃപൂർവ്വം നടത്തിയതാണ് എന്ന് വ്യക്തം. കാരണം പൂർണ്ണ രൂപം കാണാതെ ഈ വാചകത്തിനിടയിൽ നിന്ന് ഇത് അടർത്തിയെടുക്കാൻ സാധ്യമല്ലല്ലോ. ഇത് ലജ്നയുടെ ഫത്വയിൽ വന്ന വൈരുദ്ധ്യമല്ല, മറിച്ച് സ്വലാഹി വിഷയത്തെ അട്ടിമറിച്ചപ്പോൾ വന്ന വൈരുദ്ധ്യമാണ്. മനുഷ്യനെ പറയാനുള്ള കാരണം എന്തുകൊണ്ട്? അതിനുള്ള മറുപടി ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അതെന്താണെന്ന് നോക്കാം. ജമിയത്തുൽമ തന്നെ കൊടുത്ത അർത്ഥം കേട്ടോളി. ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുമുള്ള സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. കാര്യം വളരെ വ്യക്തം. ഔലിയാക്കളോടും സജ്ജനങ്ങളോടും സഹായം തേടുന്ന ശിർക്കിനെയും ഉൾപ്പെടുത്തിയാണ് ലജ്നയുടെ മറുപടി. അത് അടുത്ത ഭാഗം വിശദീകരിക്കുന്നതോടെ കൂടുതൽ വ്യക്തമാകും. ഇനി ഫത്വയിൽ എവിടെയും സൂചന പോലുമില്ലാത്ത ഒരാശയം അദ്ദേഹം കടത്തിക്കൂട്ടുന്നത് നോക്കൂ. അപ്പൊ ഗൈബിയായ വിഷയത്തിൽ ഹാളിറിനോടും ചോദിക്കാൻ പാടില്ല, ഗായിബിനോടും ചോദിക്കാൻ പാടില്ല. അതാ അവിടെ വിഷയം. അപ്പൊ ഗൈബിയായ വിഷയത്തിൽ ഹാളിറിനോടും ചോദിക്കാൻ പാടില്ല, ഗായിബിനോടും ചോദിക്കാൻ പാടില്ല. അതാ അവിടെ വിഷയം. എവിടെയാണ് ഇങ്ങനെ ഒരു പ്രയോഗം ഈ ഫത്വയിൽ? ശുദ്ധമായ മായം ചേർക്കാത്ത തട്ടിപ്പല്ലേ ഇത്? ആണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാം. സ്വലാഹി ഏതറ്റം വരെ അധപ്പതിച്ചു എന്ന ചിത്രം നമുക്ക് മുമ്പിൽ തെളിയും. ആ ഭാഗം കേൾക്കൂ. അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്കുമു ഹാലിരിഹിം, അവർ ഹാളറായ ആളുടെ ഹുക്കുമ തന്നെയാണ്. തഗായിബിഹിം, ശുദ്ധമായ മായം ചേർക്കാത്ത തട്ടിപ്പല്ലേ ഇത്? ആണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാം. സ്വലാഹി ഏതറ്റം വരെ അധപ്പതിച്ചു എന്ന ചിത്രം നമുക്ക് മുമ്പിൽ തെളിയും. ആ ഭാഗം കേൾക്കൂ. അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്കുമു ഹാലിരിഹിം, അവർ ഹാളറായ ആളുടെ ഹുക്കുമ തന്നെയാണ്. തഗായിബിഹിം, ഗായിബിനെ പോലെ തന്നെ.
ലാ തജൂസുൽ ഇസ്തിആനത്തു ബിഹിം, ഈ പറഞ്ഞ ഇസ്തിആനത്ത് അവരോട് പാടില്ല. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. ലാ തജൂസുൽ ഇസ്തിആനത്തു ബിഹിം, ഈ പറഞ്ഞ ഇസ്തിആനത്ത് അവരോട് പാടില്ല. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. അതെ, നാം ഇപ്പോൾ കേട്ട ഈ ഒരു ചെറിയ ഭാഗം മതി ജിന്നിനോടുള്ള സഹായതേട്ടം ഒരു കാര്യത്തിലും പാടില്ല എന്ന് മനസ്സിലാക്കാൻ. അതാണ് ലജ്നയുടെ ഫത്വയിൽ നിന്ന് പ്രസ്ഥാനം തെളിവായി ഉദ്ധരിച്ചത്. ഈ വാചകം മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും സംക്ഷിപ്ത രൂപമാണ്. ഒരു കാര്യത്തിലും പാടില്ല എന്ന് പറയുന്നതോടെ ഭൗതികമെന്നോ അഭൗതികമെന്നോ കഴിവിൽപ്പെട്ടതെന്നോ പെടാത്തതെന്നോ മുസ്ലിമായ ജിന്നെന്നോ അമുസ്ലിമായ ജിന്നെന്നോ ഹാലിറുള്ള ജിന്നെന്നോ ഹാലിറില്ലാത്ത ജിന്നെന്നോ വ്യത്യാസമില്ല, ഒരു നിലക്കും പാടില്ല എന്നാണ് ഇതിനർത്ഥം. ആദർശത്തിൽ കൃത്യമായി അടിയുറച്ചു നിന്നിരുന്നുവെങ്കിൽ സ്വലാഹിക്ക് തെളിവുകളുടെ ക്ഷാമം നേരിടില്ലായിരുന്നു. തെളിവില്ലാതെ വന്നപ്പോൾ ഈ ഷിർക്കിന്റെ ആശയം സ്ഥാപിക്കാൻ എത്രയെത്ര കളവുകളും വഞ്ചനകളുമാണ് അദ്ദേഹത്തിന് ഇവിടെ നടത്തേണ്ടി വന്നത്. ഖുർആൻ പറഞ്ഞത് എത്ര സത്യം. ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. വക്രതയില്ലാതെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞവരും അല്ലാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരുമായിരിക്കണം നിങ്ങൾ. അല്ലാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ആകാശത്ത് നിന്ന് വീണതുപോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഇസ്ലാഹി ആദർശത്തിനെതിരെയുള്ള ഈ മുന്നേറ്റം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന ഒരു സത്യം നാം തിരിച്ചറിയണം. ഇതൊരു സംഘത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങളെ ലാക്കാക്കിയാണ്. ഇതിനുവേണ്ടി വിശുദ്ധ ഖുർആനിനെയും ഹദീസുകളെയും പണ്ഡിതോദ്ധരണികളെയും ഫത്വകളെയും ദുർവ്യാഖ്യാനിക്കുകയും അതിനുവേണ്ടി കള്ളത്തരങ്ങൾ കെട്ടിച്ചമക്കുകയും ചെയ്യുന്നതിന് വരെ ദഅവത്ത് എന്ന ഓമനപ്പേരിട്ട് വിളിക്കാൻ ജിന്നുവാദികൾക്ക് ഇന്ന് യാതൊരു മടിയുമില്ല. ലജ്ന ദായിമയുടെ പേരിൽ സ്വലാഹി നടത്തിയ ഈ വഞ്ചനാ നിലപാട് സ്വലാഹിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വിദേശങ്ങളിൽ വലിയ ഷെയ്ഖായി ജിന്നുവാദികൾ അവരോധിച്ച ഒരു വ്യക്തി ഇതേ കൃത്രിമം നടത്തുന്നത് കേൾക്കൂ. ലജ്നത്ത് ദായിമയോട് ഈ ഹദീസിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വല്ലവനും അമൽ ചെയ്താൽ അല്ലെങ്കിൽ ജിന്നുമായി സമീപിച്ചാൽ ശിർക്കാകുമോ ശിർക്കാകില്ലേ എന്നൊരു ചോദ്യം ലജ്നത്ത് ദായിമയോട് ചോദിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് വേറെ നിലക്കാണ് ചോദിക്കപ്പെട്ടത്. എന്താണ്? ഹദീസിന്റെ പരിമിതിയിൽ നിന്ന് വിട്ടുകൊണ്ട് മറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി, അറിയുവാൻ വേണ്ടി, മറഞ്ഞ കാര്യങ്ങൾ ജിന്നിന് അറിയും അഥവാ ഇൽമുൽ ഗൈബ് ജിന്നിന് അറിയും എന്നതിന്റെ അടിസ്ഥാനത്തിലെല്ലാം ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്താണ്? മറഞ്ഞ കാര്യങ്ങൾ, സിഹർ നീക്കുവാൻ വേണ്ടി ജിന്നിനോട് സഹായം ചോദിക്കുക എന്നീ വിഷയങ്ങളുമായി, അപകടകരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന മറുപടിയായിട്ട് ലജ്നത്ത് ദായിമ ഫത്വ ഇറക്കിയിട്ടുണ്ട്. എന്താണത്? ജിന്ന് ഹാജരാകട്ടെ, അതോടൊപ്പം തന്നെ ഹാജരല്ലാതെ ആയിരിക്കട്ടെ, അതായത് ഹാജരാകട്ടെ ഗായിബാകട്ടെ, വിധി ഒന്നാണ്. കാരണം അള്ളാഹുവിന് മാത്രം കഴിവുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ സൃഷ്ടികൾക്ക് നൽകിക്കൊണ്ട് ഉള്ള ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൺമുമ്പിലുള്ള സൃഷ്ടിയാണെങ്കിൽ പോലും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായത്തേട്ടം എന്താണ്? ശിർക്കാണ്. നമ്മുടെ മുമ്പിൽ ഒരു മഹാനുണ്ട്, ജീവിച്ചിരിക്കുന്നവനാണ്, ഹാജരായ ഒരു മനുഷ്യനാണ്, ജിന്നല്ല, മനുഷ്യൻ തന്നെ ഉദാഹരണം എടുക്കാം. ആ മനുഷ്യന് ഇൽമുൽ ഗൈബ് അറിയും, മറഞ്ഞ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഹാജരാകട്ടെ ഗായിബാകട്ടെ, ആ ചോദ്യം എന്താണ്? ശിർക്കാണ്. ഇതുപോലെയുള്ള ഫത്വകൾ മാത്രമാണ് ലജ്നത്ത് ദായിമ നടത്തിയിട്ടുള്ളത്. സ്വലാഹി പറഞ്ഞ അതേ കളവുകൾ യാതൊരു മാറ്റവുമില്ലാതെ സ്വലാഹി ചെയ്യാത്ത മറ്റൊരു കൃത്രിമം കൂടി ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. 2 പ്രോഗ്രാമുകൾ ഇദ്ദേഹം നടത്തിയത് കിട്ടിയതിൽ ഈ വാദഗതിയെ പൊളിക്കുന്ന ഫത്വയിലെ അവസാന ഭാഗം അദ്ദേഹം മനഃപൂർവ്വം പൂഴ്ത്തിവെച്ചു. സ്വലാഹി പറയുന്ന ആ ഭാഗം ഒന്നുകൂടി കേൾക്കൂ.
അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്കുമു ഹാലിരിഹിം, അവർ ഹാലറായ ആളുടെ ഹുക്കുമ തന്നെയാണ് സഹായിബിഹിം, ഗായിബിനെ പോലെ തന്നെ. ലാ തജൂദുൽ ഇസ്തിആനത്തു ബിഹിം, ഈ പറഞ്ഞ ഇസ്തിആനത്ത് അവരോട് പാടില്ല. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. ലാ തജൂദുൽ ഇസ്തിആനത്തു ബിഹിം, ഈ പറഞ്ഞ ഇസ്തിആനത്ത് അവരോട് പാടില്ല. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. ഫീ ശൈഇൻ മിനൽ അശ്യാ, ഒരു കാര്യത്തിൽ. ഈ ഭാഗമാണ് ആ ഫത്വയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. ഇത് മൂടിവെച്ചാണ് അദ്ദേഹം മനഃപൂർവ്വം മറ്റു വിഷയങ്ങളിലേക്ക് കടന്നതും ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതും. യാതൊരു പ്രമാണത്തിന്റെയും അടിസ്ഥാനമില്ലാതെ ലഈഫായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതർ പറഞ്ഞ അഭിപ്രായങ്ങളെ കാട് കയറി വിശദീകരിക്കുക, ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിശദീകരണത്തെയും തള്ളി പാടില്ലാത്തതാണ്, ഹറാമാണ്, വസീലയിൽ ഷിർക്കാണ് എന്ന് പറയുക. ക്ലാസ് കേട്ടിറങ്ങുന്നവന് ആകെ കിട്ടുന്നത് കുറെ ആശയക്കുഴപ്പങ്ങൾ മാത്രം. ജിന്നിനോട് സഹായം തേടാമെന്നാണോ തേടരുത് എന്നാണോ പറഞ്ഞത്? ഇങ്ങനെ കുറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിവിട്ടാൽ വലിയ പാണ്ഡിത്യത്തിന്റെ ലക്ഷണമായി പലരും ഇവരെക്കുറിച്ച് ധരിക്കും എന്ന മൂഢധാരണയാണോ ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? എങ്കിൽ ഇത് മൻഹജു സലഫല്ല, ഇതിന്റെ പേര് മൻഹജു ശൈത്വാനാണ്. സാമാന്യം അറബി പരിജ്ഞാനമുള്ള ആരെങ്കിലും സ്വതന്ത്രമായി ഈ ഫത്വയൊന്ന് വാങ്ങി വായിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞത് കളവാണെന്ന് അവർ മനസ്സിലാക്കും എന്ന ഒരു ഭയപ്പാടുള്ള ഒരാൾക്കും നിർലജ്ജം ഇത്തരം കളവുകൾ പറയാൻ കഴിയില്ല. നാലാളുകൾ കാണുമ്പോൾ വലിയ പണ്ഡിതനാണെന്ന് കരുതി അവർ നൽകുന്ന ബഹുമാനവും ആദരവും ചൂഷണം ചെയ്യുകയല്ലേ ഇത്തരം ആളുകൾ ഇന്ന് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണിവർ ഈ കളവുകൾ പറയുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണിവർക്ക് ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കാനുള്ളത്? കൃത്യമായും ശിർക്കാണെന്ന് പറയുന്ന ഒരു ഫത്വയെ അനുവദനീയമാക്കാൻ വേണ്ടിയും ഇത്രയും കൃത്രിമം കാണിച്ച ഇവരെ ഇനി നാം എങ്ങനെ വിശ്വസിക്കും? തൗഹീദിന്റെ മേലിലാണ് ഇവർ കത്തിവെച്ചിരിക്കുന്നതെന്ന് നാം ഓർക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഫിഖ്ഹി മസ്അലയിലോ കേവലം ഒരു സുന്നത്തായ കാര്യത്തിലുള്ള തർക്ക വിഷയത്തിലോ അല്ല. ആദർശത്തെ സ്നേഹിക്കുന്ന ഒരു മുവഹിദിനും പൊറുക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാപാതകം. ഇത് മാത്രം മതി ഇവർ ആരാണെന്നും ഇവരുടെ ലക്ഷ്യമെന്താണെന്നും തിരിച്ചറിയാൻ. ഇനി അൽബാനിയുടെ പേരിൽ പറയുന്ന ഒരു മഹാകളവാണ് പിടികൂടുന്നത്. ആദ്യം അൽബാനിയുടെ ഇബാറത്ത് സ്വലാഹി വായിക്കട്ടെ. എന്നാ സുഹൃത്തുക്കളെ, അൽബാനി പറഞ്ഞിട്ടുണ്ട് അതിൽ ശിർക്കുണ്ട്, ശിർക്കും ബയ്യിൻ, ശിർക്കും ബയ്യിൻ എന്ന് പറയും. എന്താണ് അതിന്റെ അവസ്ഥ? ഞാൻ വലിച്ചരാം. വറവാഹുൽ ബൈഹഖി ഫി ശഅബി, ശഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ബൈഹഖിയും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏത്? ഈ പറഞ്ഞ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഹാദൽ ഹദീസു ഇദാ സഹ, ഇത് മൗഖൂഫായി ഇബ്നു അബ്ബാസിലേക്ക് ചേർത്ത് പറയുന്ന ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ യുഅയ്യിനു, അത് നിർണയിക്കുന്നുണ്ട്. അന്നൽ മുറാദ ഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വൽ യാ ഇബാദല്ലാഹ്, ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞ യാ ഇബാദല്ലാഹ് എന്ന വാക്കുകൊണ്ടുള്ള ഉദ്ദേശം ഇന്നമാ ഹുമുൽ മലായിക, അവർ മലക്കുകൾ മാത്രമാണ്. ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം, അവരോട് ചേർക്കാവുന്നതല്ല അൽ മുസ്ലിമൂന മിനൽ ജിന്നി, മുസ്ലിം ജിന്നുകൾ, അവിൽ ഇൻസു മിമ്മൻ യുസമ്മൂനഹും ബിരിജാലിൽ ഗൈബി മിനൽ ഔലിയാഇ വസ്സാലിഹീൻ, ഔലിയാക്കളിലും സാലിഹീങ്ങളിലും പെട്ട റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന മനുഷ്യന്മാരെയും ആ മലക്കുകളോട് ചേർത്താൻ പാടില്ല. സവാഉൻ കാനു അഹ്യാഅൻ വ അംവാതൻ, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ. ഫഇന്നൽ ഇസ്തിഗാസത ബിഹിം വ തലബൽ ഔനി മിൻഹും, അവരോട് ഇസ്തിഗാസ നടത്തലും സഹായം ചോദിക്കലും ശിർക്കും ബയ്യിനുൻ, അത് വ്യക്തമായ ശിർക്കാണ്. ലിഅന്നഹും ലാ യസ്മഊന ദുആ, അവർ വിളി കേൾക്കുന്നവരല്ല. വലൗ സമിഊ ലമസ്തതഉ വൽ ഇജാബ, അവർ കേട്ടാൽ തന്നെയും അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. വതഹ്ഖീഖ റഗ്ബ, ആഗ്രഹം പൂർത്തീകരിക്കാനും കഴിയില്ല. വഹാദാ സരീഹുൻ ഫീ ആയാത്തിൻ കസീറ, ഇത് ധാരാളം ആയത്തുകളിൽ വ്യക്തമാണ്. ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ ഒന്നാമത്തെ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം അത് മലക്കുകൾ മാത്രമാണെന്ന് നിർണയിക്കുന്നുണ്ട്. മുസ്ലിം ജിന്നുകളെയും ഔലിയാക്കളിലും സ്വാലിഹീങ്ങളിലും പെട്ട റിജാലുൽ ഗൈബിനെയും അവരോട് ചേർക്കാവുന്നതല്ല. അവർ ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചവരായാലും അവരോട് ഇസ്തിഗാസ നടത്തലും സഹായം ചോദിക്കലും വ്യക്തമായ ശിർക്കാണ്. കാരണം അവർ വിളി കേൾക്കുന്നവരല്ല, കേട്ടാൽ തന്നെയും ഉത്തരം ചെയ്യുന്നവരുമല്ല, ആഗ്രഹം പൂർത്തീകരിക്കാനും കഴിയില്ല. ഇത് ധാരാളം ആയത്തുകളിൽ വ്യക്തമാണ്. ഇതാണ് അൽബാനി പറയുന്നത് എന്ന് സ്വലാഹി അർത്ഥം കൃത്യമായി വായിച്ചു. ഇതിൽ
അർത്ഥത്തിൽ എവിടെയും സ്വലാഹി കരിഞ്ചന്ത നടത്തിയിട്ടില്ല. എന്നാൽ വായിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അത് കേൾക്കൂ. അത് പറയുമ്പോൾ കളവ് പറയുന്നതിന്റെ പ്രകടമായ ലക്ഷണം അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. ഇതിന് മേൽഭാഗം ഇവർ വായിക്കൂല. ഇവിടെ ശിർക്കും ബയ്യൻ എന്ന് പറഞ്ഞ ആരാണ്? ജിന്നുകളോ മുസ്ലിം ജിന്നുകളോ അല്ലെങ്കിൽ റിജാലുൽ ഗൈബോ ആണെന്ന് വിചാരിച്ച് യാ ഇബാദല്ലാഹ് വിളിച്ച ശിർക്കാണ്. കാരണം എന്താ? അവർ വിളി കേൾക്കുന്ന സ്ഥലത്തുണ്ട് എന്നതിന് തെളിവില്ല. എന്താണ് സ്വലാഹി പറഞ്ഞത്? മുസ്ലിം ജിന്നുകളോ റിജാലുൽ ഗൈബോ ആണെന്ന് വിചാരിച്ച് യാ ഇബാദല്ലാഹി വിളിച്ചാൽ ശിർക്കാണ്. കാരണം എന്താ? അവർ വിളി കേൾക്കുന്ന സ്ഥലത്ത് ഉണ്ട് എന്നതിന് തെളിവില്ല. കുബൂരികൾ പോലും തോറ്റുപോകും ഈ ദുർവ്യാഖ്യാന പ്രാഗൽഭ്യത്തിന് മുന്നിൽ എന്നുറപ്പ്. അതുകൊണ്ട് സ്വലാഹി പറഞ്ഞ അർത്ഥം മാത്രം ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർ വിളിക്കുന്ന സ്ഥലത്ത് ഉണ്ട് എന്നതിന് തെളിവില്ല എന്ന ആശയം ഈ അർത്ഥത്തിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാ സുഹൃത്തുക്കളെ, അൽബാനി പറഞ്ഞിട്ടുണ്ട് അതിൽ ശിർക്കുണ്ട്. ശിർക്കും ബയ്യിൻ എന്ന് പറയും. എന്താണ് അതിന്റെ അവസ്ഥ? ഞാൻ വലിച്ചരാം. ശഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ബൈഹഖിയും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏത്? ഈ പറഞ്ഞ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് മൗഖൂഫായി ഇബ്നു അബ്ബാസിലേക്ക് ചേർത്ത് പറയുന്ന ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ അത് നിർണയിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞ യാ ഇബാദല്ലാഹ് എന്ന വാക്കുകൊണ്ടുള്ള ഉദ്ദേശം അവർ മലക്കുകൾ മാത്രമാണ്. അവരോട് ചേർക്കാവുന്നതല്ല മുസ്ലിം ജിന്നുകൾ. ഔലിയാക്കളും സാലിഹ്യങ്ങളിലും പെട്ട റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന മനുഷ്യന്മാരെയും ആ മലക്കുകളോട് ചേർത്താൻ പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അവരോട് ഇസ്തിഗാസ നടത്തലും സഹായം ചോദിക്കലും അത് വ്യക്തമായ ശിർക്കാണ്. അവർ വിളി കേൾക്കുന്നവരല്ല. അവർ കേട്ടാൽ തന്നെയും അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇത് ധാരാളം ആയത്തുകളിൽ വ്യക്തമാണ്. അവർ വിളി കേൾക്കുന്നവരല്ല എന്നതിനെയാണ് അദ്ദേഹം അവർ വിളി കേൾക്കുന്ന സ്ഥലത്ത് ഉണ്ട് എന്നതിന് തെളിവില്ല എന്നാക്കിയത്. കാരണം സ്വലാഹിക്കാവശ്യം ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന വാദമാണ് അൽബാനിക്കുള്ളത് എന്ന് വരുത്തി തീർക്കലാണ്. ഇനി രണ്ടും ചേർത്ത് കേൾക്കൂ, അപ്പോൾ വൈരുദ്ധ്യം കൂടുതൽ വ്യക്തമാകും. അവർ വിളി കേൾക്കുന്നവരല്ല. അവർ കേട്ടാൽ തന്നെയും അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ജിന്നുകളോ മുസ്ലിം ജിന്നുകളോ അല്ലെങ്കിൽ റിജാലുൽ ഗൈബോ ആണെന്ന് വിചാരിച്ച് യാ ഇബാദല്ലാഹ് വിളിച്ച ശിർക്കാണ്. കാരണം എന്താ? അവർ വിളി കേൾക്കുന്ന സ്ഥലത്തുണ്ട് എന്നതിന് തെളിവില്ല. അവർ വിളി കേൾക്കുന്നവരല്ല. അവർ വിളി കേൾക്കുന്ന സ്ഥലത്തുണ്ട് എന്നതിന് തെളിവില്ല. അവർ വിളി കേൾക്കുന്നവരല്ല. അവർ വിളി കേൾക്കുന്ന സ്ഥലത്തുണ്ട് എന്നതിന് തെളിവില്ല. അവർ വിളി കേൾക്കുന്നവരല്ല. അവർ വിളി കേൾക്കുന്ന സ്ഥലത്തുണ്ട് എന്നതിന് തെളിവില്ല. എന്നാൽ ഇതേ സ്വലാഹി മറ്റൊരു വേദിയിലെത്തിയപ്പോൾ ഈ ചെയ്തു വെച്ച തട്ടിപ്പ് മറക്കുന്നു. കേൾക്കുന്നവരല്ല. അവർ വിളി കേൾക്കുന്ന സ്ഥലത്തുണ്ട് എന്നതിന് തെളിവില്ല. എന്നാൽ ഇതേ സ്വലാഹി മറ്റൊരു വേദിയിലെത്തിയപ്പോൾ ഈ ചെയ്തു വെച്ച തട്ടിപ്പ് മറക്കുന്നു. അവിടെ ഇങ്ങനെ ഒരു ഉപാധി അദ്ദേഹം മിണ്ടുന്നേയില്ല. മറിച്ച് ജിന്നിനെ ഉദ്ദേശിച്ചുള്ള വിളി ശിർക്കാണ് എന്നാണ് അൽബാനിയുടെ അഭിപ്രായമെന്ന് തുറന്നു സമ്മതിക്കുന്നത് കാണൂ. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വിളിയിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞ ഒരു സലഫി പണ്ഡിതന്റെ പേര് പറ. അൽബാനി പറഞ്ഞിട്ടില്ല. അൽബാനി മലക്കാന്ന് വിചാരിച്ച ശിർക്കല്ലാന്ന് പറഞ്ഞു. പൊളിഞ്ഞില്ലേ? അപ്പൊ സുഹൃത്തുക്കൾ ഒരാളും പറഞ്ഞിട്ടില്ല. പൊളിഞ്ഞില്ലേ? ഇതാണ് സത്യവും ഗർഭവും മൂടിവെക്കാനാവില്ല എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്ന രംഗങ്ങൾ. ആലുവ സ്റ്റേജിൽ തള്ളിയത് പാലക്കാട് സ്റ്റേജിൽ സ്വീകാരി. അൽബാനി പറഞ്ഞിട്ടില്ല. അൽബാനി മലക്കാന്ന് വിചാരിച്ച ശിർക്കല്ലാന്ന് പറഞ്ഞു. പൊളിഞ്ഞില്ലേ? അപ്പൊ സുഹൃത്തുക്കൾ ഒരാളും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ ആവശ്യപ്പെടുമ്പോൾ അത് നിർവഹിച്ചു കൊടുക്കുക എന്ന ഒരു സംവിധാനം അള്ളാഹു മലക്കുകൾ മുഖാന്തിരം ഭൂമിയിൽ ഒരു കാലത്തും സ്ഥാപിച്ചതിന് പ്രമാണങ്ങളിൽ രേഖയില്ല. അള്ളാഹു കൽപ്പിച്ചതെന്തോ ആ കാര്യം നിറവേറ്റുക എന്ന പ്രവർത്തനം മാത്രമേ മലക്കുകളിൽ നിക്ഷിപ്തമായുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഗണ്യമായി അള്ളാഹു പറഞ്ഞതിനെയാണ് അൽബാനിയുടെ പേരിൽ ഇവർ വ്യാജം പറഞ്ഞ് കെട്ടിവെക്കുന്നത്. മനുഷ്യന്റെ താൽപര്യത്തിനനുസരിച്ച് മലക്കുകൾക്ക് പ്രവർത്തിക്കാനാവില്ല എന്നത് ഇവർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. സ്വലാഹി തന്നെ പറയുന്നത് കേൾക്കൂ.
പിന്നെ സുഹൃത്തുക്കളെ, മലക്കിനോട് ചോദിക്കാനുള്ള പ്രശ്നം തന്നെയല്ല. കാരണം മലക്കിനെ പറ്റിയ ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താ? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് പ്രവർത്തിക്കുകയല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയൂല. അള്ളാഹു അവരെ ചില ഡ്യൂട്ടികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കൂട്ടാതെ കുറക്കാതെ നിർവഹിക്കുകയല്ലാതെ നമ്മൾ പറയുന്നതിനനുസരിച്ച് മാറ്റാനോ മറിക്കാനോ തിരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അപ്പൊ അതാണ് ഒരു മുസ്ലിമിന് മലക്കിനെ പറ്റിയുള്ള വിശ്വാസം. സ്വലാഹിക്കുള്ള ഈ വിവരം കൂടി ഇല്ലാത്ത ആളാണോ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി? ജിന്നിനോടും റിജാലുൽ ഗൈബിനോടും മലക്കിനെ കൂട്ടിച്ചേർക്കാൻ പാടില്ലെന്നോ മലക്കിനോട് തേടാമെന്നുമുള്ളതാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതെന്ന ശുദ്ധ കളവ് തട്ടിവിടുമ്പോൾ ആ മഹാപണ്ഡിതനില്ലാത്ത ഒരു വാദം അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിവെക്കുകയല്ലേ ഈ സംഘം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് അൽബാനി എഴുതിയതിലെ വസ്തുത? അത് നമുക്ക് ഒരു ചോദ്യോത്തരത്തിലൂടെ ശ്രമിക്കാം. അല്പം ദീർഘമാണ്. ഇനി ഇവിടെ ചില ആളുകൾ ഇത് വിശകലനം ചെയ്യുമ്പോൾ ആ വിശകലനത്തിൽ ചിലർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെന്താ? ഇവിടെ ഇബാദ്, യാ ഇബാദ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ ആരാവാം? ഒന്നുകിൽ മനുഷ്യരാവാം. മനുഷ്യരിൽ തന്നെ മഹാത്മാക്കള്, ഇവിടെ ജീവിച്ചിരിപ്പുള്ളവർ, ഇങ്ങനെ രണ്ട് വിഭാഗം. അല്ലെങ്കിൽ ജിന്നുകളാവാം, അല്ലെങ്കിൽ മലക്കുകളാവാം. ഇങ്ങനത്തെ സാധ്യതകളുണ്ടല്ലോ. അതിൽ ആദ്യം പറഞ്ഞ മനുഷ്യർ ഇവിടെ ഞാൻ കാണുന്നില്ല. ഒഴിഞ്ഞൊരു സ്ഥല, മരുഭൂമിയാ, ജനങ്ങളൊന്നും നോക്കിയിട്ട് അറിയില്ലുണ്ടോന്ന് അറിയില്ല, കാണുന്നില്ല. അങ്ങനത്തെ ഒരു പ്രദേശം. ഇനി വിജനം എന്ന് പറഞ്ഞാലും ഒരാളുണ്ടാവില്ല, ജിന്നെ ഉണ്ടാവുള്ളൂ എന്നൊന്നും അർത്ഥം കൊടുക്കാൻ നിൽക്കണ്ട. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യന്മാർ താമസിക്കാത്ത സ്ഥലം എന്നുള്ള നിലക്കാണ്. അങ്ങനത്തെ ഒരു സ്ഥലം. അവിടെ വെച്ചിട്ട് ഒരാൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടിൽ പെട്ടപ്പോൾ കൊണ്ടുവരിയോന്നറിഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ സഹായിക്കട്ടെ. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ജിന്നും മലക്കുമല്ല, മനുഷ്യന്മാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരിത് കേൾക്കുന്ന ദൂരത്തുണ്ടെങ്കിൽ അവര് കേട്ടിട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ വിളി ദ്വായാണെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അതുകൊണ്ട് ആ വിളി ശിർക്കല്ല. നേരെ മറിച്ച് മരിച്ചുപോയ മഹാത്മാക്കൾ ആരെങ്കിലും ഈ വിളി കേൾക്കുമെന്ന് വിശ്വസിച്ച് അവർ ഉത്തരം തരട്ടെ എന്ന് കരുതിയാൽ ആ വിളി എന്താകും? ചോദ്യാർത്ഥാവനെന്ന് പറയാവോ? ആ വിളി എന്താവും? ശിർക്കാവും അല്ലേ? ശിർക്ക്. ആദ്യത്തേത് ശിർക്കാവോ? ഇല്ല. ശരി. അപ്പൊ ഈ ഹദീസ് വിശകലനം ചെയ്യുമ്പോൾ ഇവിടെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഇബാദുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ മൂന്നും ആകാം. പക്ഷെ ഷെയ്ഖ് അൽബാനി മുഹദ്ദിസാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ദുർബലമായ റിപ്പോർട്ടുകളും എടുത്തു നോക്കുമ്പോൾ ഒരു റിപ്പോർട്ടിലുള്ളത് ഇബാദൻ ലാ നറാഹും ഇബാദൻ ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത, നാം കാണാത്ത അടിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിശേഷണം മനുഷ്യന് യോജിക്കൂല. സാധാരണ ഇവിടെ മനുഷ്യന്മാരുണ്ടെങ്കിൽ നമ്മൾ കാണുമല്ലോ. അപ്പൊ മനുഷ്യരെയല്ല ഉദ്ദേശിച്ചത് എന്ന് വന്നു. പിന്നെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഉള്ളത് ഇന്ന ലില്ലാഹി മലായികത്തൻ ഫിൽ അർദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ത്വായിഫത്തുൻ മിനൽ മലായിക, ഒരു പ്രത്യേക വിഭാഗം മലക്കുകൾ, ഹഫളത്തിൻ്റെതല്ലാത്ത മലക്കുകൾ, അവര് ഇല വീഴുന്നതടക്കം രേഖപ്പെടുത്തുന്ന മനുഷ്യനെ സഹായിക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പൊ എന്തായി? മനുഷ്യനല്ല എന്ന് ബോധ്യപ്പെട്ടു, ജിന്നും അല്ല എന്ന് ബോധ്യപ്പെട്ടു. ചോദ്യകർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലത്തെ പഠിതാക്കളായ മുതഅല്ലിമീങ്ങളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജിന്നിക്ക് ഇത് ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയൂല. അതിനാണ് ഞാൻ അത് പറയണത്. ജിന്നിലേക്ക് കൊണ്ടുപോകാനേ പറ്റൂല. കാരണം അൽബാനി ഈ ഹദീസുകൾ മുഴുവൻ ഉദ്ധരിച്ചിട്ടാ പറയുന്നത്. ഈ വസ്ഫ് ലാ യന്തബിഖു, അത് യോജിക്കൂല, മനുഷ്യന് യോജിക്കൂല, അതേപോലെ ജിന്നിനും യോജിക്കൂല. കാരണം ഈ റിപ്പോർട്ടിൽ മലായികത്ത് എന്ന് വന്നല്ലോ. ശരി, അപ്പൊ മലക്കുകളേ ഉള്ളൂ, മലക്കല്ലാത്തത് പെടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം ഫഹാദൽ ഹദീസു ഇദാ സഹ
يعين أن المراد بقوله في الحديث الأول يا عباد الله إنما هم الملائكة. ഈ ഹദീസ് സ്വഹീഹായി വരികയാണെങ്കിൽ ആദ്യം പറഞ്ഞ ഹദീസിലെ യാ ഇബാദല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മലക്കുകളാണ്. ആരല്ല? മനുഷ്യരും ജിന്നുമല്ല. ഇനി അതിന്റെ താഴെ നോക്കിക്കോ. ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം അൽ മുസ്ലിമൂന മിനൽ ജിന്നി അവിൽ ഇൻസി മിമ്മൻ യുസമ്മൂനഹും ബിരിജാലിൽ ഗൈബി മിനൽ ഔലിയാഇ വസ്സാലിഹീൻ. ആ ഇബാദുള്ളയുടെ കൂട്ടത്തിൽ മുസ്ലിം ജിന്നിനെ ചേർത്തി പറയാൻ പറ്റില്ല. ഔലിയാക്കളിലും സാലിഹീങ്ങളിലും പെട്ട റിജാലുൽ ഗൈബ് എന്ന് വിളിക്കുന്ന മനുഷ്യരെയും ചേർത്തി പറയാൻ പറ്റില്ല. സവാഅൻ കാനു അഹ്യാഅൻ ഔ അംവാതൻ, അവർ മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും. ഫഇന്നൽ ഇസ്തിഗാസത ബിഹിം വതലബൽ ഔനി മിൻഹും ശിർകുൻ ബയ്യിനുൻ, കാരണം അവരോട് സഹായം ചോദിക്കുന്നത്, അവരോട് സഹായം തേടുന്നത് വ്യക്തമായ ശിർക്കാകുന്നു എന്നാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത്. എന്ന് പറയുമ്പോ മുകളിലെ ഭാഗം എങ്ങനെയാണ് മൻസൂഖാവണമെന്ന് മനസ്സിലാവണില്ല. നിങ്ങളുടെ വാദം ഈ ഇബാദുള്ള എന്നതിൽ ഇപ്പോഴും ജിന്നും മലക്കും പെടും എന്ന് അൽബാനി പറഞ്ഞു എന്നാണോ? അല്ല, ഇത് ശിർക്കാണോ എന്ന് ശിർക്കും ശിർക്കല്ലാത്തതൊന്നല്ല നിങ്ങൾ ആദ്യം ചോദിച്ചത്. അബ്ദുറഹ്മാൻ സലഫി ഇത് മലക്കുകളാണെന്ന് പറഞ്ഞപ്പോ അല്ല, അതിന്റെ മുകളിൽ എന്തുണ്ട്? ജിന്നും മലക്കും എന്നുണ്ട്, അതിൽ ജിന്നും പെടും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങിയത്. ഇവിടെ ചർച്ച, ഒന്നാമത്തെ ചർച്ച അതാ, ശിർക്കോ ശിർക്കല്ലേ, അതിൽ മലക്കുകളെ വിളിക്കാൻ പറ്റോ ഇല്ലേ എന്നതൊക്കെ വേറെ വിഷയം. ഇതിൽ ജിന്ന് പെടും എന്നാണോ അൽബാനി പറഞ്ഞത്, ജിന്ന് പെടൂല എന്നാണോ? അല്ല, ജിന്ന് പെടൂല എന്ന് പറയാനൊരു തെളിവ് ഇവിടെ കാണുന്നില്ല. അതാ പറയുന്നത്. ആര് കാണുന്നില്ല? റിജാലുൽ ഗൈബിൽപ്പെട്ട ആര് കാണുന്നില്ല? ആര് കാണുന്നില്ല? ഞാനിവിടെ കാണുന്നില്ല. നിങ്ങൾ കാണുന്നില്ല, പക്ഷെ അൽബാനി കണ്ടു. കാരണം വിഷയം മൂന്നെണ്ണമാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനിനി സലഫീനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്. ഈ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ ഇനി ആളുകൾക്കും കൂടിയാണ്. ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ ആര്? മൂന്ന് അഭിപ്രായം. എന്താ അഭിപ്രായം? ഒന്ന് മനുഷ്യൻ, രണ്ട് ജിന്ന്, മൂന്ന് മലക്ക്. ഈ ഹദീസുകളിൽ വന്ന ഒരു പ്രയോഗം എന്താണ്? ലാ നറാഹും, നമ്മൾ കാണില്ല. അപ്പൊ നമ്മൾ കാണില്ല എന്ന് ഹദീസിൽ പ്രയോഗം വന്നതോടുകൂടി ആരൊഴിവായി? മനുഷ്യൻ ഒഴിവായി. ലാ നറാഹും എന്ന് പറഞ്ഞതോടുകൂടി മനുഷ്യൻ ഒഴിവായി. പിന്നെ ബാക്കിയുള്ളത് ആരാ? ജിന്നുണ്ട് മലക്കുണ്ട്. അടുത്ത ഹദീസ് എന്താണ്? ഇത് മലക്കുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്നൊരു ഹദീസ്, ദുർബലമായ വേറൊരു ഹദീസ്. അപ്പൊ ദുർബലമായ ഈ ഹദീസ് വന്നതോടുകൂടി ബാക്കിയുള്ള രണ്ടിന്ന് ആര് പോയി? ജിന്ന് പോയി. കാരണം ഇവിടെ ആരാന്ന് വന്നു? മലക്കുകളാണെന്ന് വന്നു. അതാണ് അൽബാനി പിന്നീട് പറഞ്ഞത് എന്ത്? ഇന്നമാ ഹുമുൽ മലായിക. അത് ആര് മാത്രമേ ആവുള്ളൂ? മലക്ക് മാത്രമേ ആവുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഔലിയാക്കന്മാരോടും തേടാൻ പറ്റൂല, അതേപോലെ തന്നെ ആരോടും തേടാൻ പറ്റൂല? ജിന്നിനോടും തേടാൻ പറ്റൂല, മരിച്ചുപോയ മഹാന്മാരോടും തേടാൻ പറ്റൂല, അല്ലാത്ത മഹാന്മാരോടും തേടാൻ പറ്റൂല എന്ന് അൽബാനി പറഞ്ഞു. ഈ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം എവിടെയും കാണുന്നില്ലത്രേ. അൽബാനിക്കും നമുക്കും എന്ത് മനസ്സിലായി? ജിന്നിയിൽ പെട്ടില്ല എന്ന് മനസ്സിലായോ? മനുഷ്യർ പെട്ടില്ല എന്ന് മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായാൽ എന്താ വേണ്ടത് പറയും. അല്ല സാറേ, ഇവിടെ ഇന്നമാഹുൽ മലായിക എന്ന് നിങ്ങൾ പറയുന്നതിന്റെ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജിന്നിനെ ഒഴിവാക്കിയെന്ന് വെച്ചോളി. ഇതല്ല, നിങ്ങൾ ആദ്യത്തെ വാദം അതിൽ ജിന്നും പെടും എന്നാണ്. അത് പെടും എന്നാണോ അല്ലേന്നാണോ തീരുമാനിച്ചിട്ട് ബാക്കി. ജിന്ന് പെടൂലെന്ന് തെളിവിതിലില്ലല്ലോ. പടച്ചതമ്പുരാനെ, അല്ല അത് വേണ്ട. ജിന്ന് പെടൂലാന്ന് ഇതിലില്ല. മനുഷ്യൻ പെടൂലാന്നുണ്ടോ? അല്ല, ഇതാദ്യം തീരുമാനിക്കട്ടെ. മനുഷ്യൻ പെടൂലാന്നുണ്ടോ? മനുഷ്യൻ പെടൂലാന്ന് വ്യക്തമായി എങ്ങനെ മനസ്സിലായി? ഇവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? എന്തുകൊണ്ടാണ് മനസ്സിലാക്കിയത്? ഇല്ലെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വെറും നറാവെന്ന് പറഞ്ഞു പോയിട്ടില്ല, മറിച്ച് മനുഷ്യനല്ല എന്ന് ഇവിടെ ഉദ്ദേശിക്കാൻ പറ്റൂലെന്ന് കൃത്യമായിട്ട് നെസ്സായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ അർത്ഥം ഒന്ന് വായിക്കോ. യുൽഹഖബിഹിം, അവരോട് ചേർക്കാൻ പറ്റുകയില്ല, മലായിക്കത്തുകളോട് ചേർക്കാൻ പറ്റുകയില്ല. ആരെ ചേർക്കാൻ പറ്റൂല? ജിന്നിനെ ചേർക്കാൻ പറ്റൂല. എന്നിട്ട് ഇവിടെ വിശദീകരിക്കൊണ്ട് ഇൻസിനെയും പറ്റൂല. എങ്ങനെയുള്ള
യുസമ്മൂനഹും മിമ്മ അല്ല പിന്നെ ഇസ്ലാമൊക്കെ ജിന്നിനെ ചേർക്കാൻ പറ്റുന്നോ പറ്റൂല എന്നാ പറഞ്ഞേ. മിമ്മൻ എന്നുള്ള ബയാൻ ചെയ്യുന്നുണ്ടല്ലോ, എങ്ങനത്തെ ആളാണെന്നുള്ള ബയാൻ ചെയ്തിട്ട് യുസമ്മൂനഹും ബിരിജാലുൽ ഗൈബ് എന്ന രൂപത്തിൽ അവർ പേര് പറയുന്ന തരത്തിലുള്ള ഈ റിജാലുൽ ഗൈബ് ഇൻസോ ജിന്നോ? റിജാലുൽ ഗൈബ് എന്ന് ഉദ്ദേശിക്കുന്ന സുന്നികളും മറ്റു ഖുറാഫികളും അല്ലെ ഷിയാക്കളും മരിച്ചുപോയ മഹാന്മാക്കൾ അഥവാ അവര് റിജാലുൽ ഗൈബാണെന്നുള്ള പേരും പറഞ്ഞ് ഒരു പദം ഉണ്ടാക്കിയിട്ട് അവർ അങ്ങനെ ഒരു പേരും പറഞ്ഞ ഒരു വാദവും പറഞ്ഞ് അവർ തെളിവ് ധരിക്കുന്നുണ്ട് ഇതിന്. ആ റിജാലുൽ ഗൈബിലെപ്പെട്ട ജിന്നിൽ ഔലിയാക്കന്മാരെ പറ്റിയാണോ? ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം അൽ മുസ്ലിമൂന മിനൽ ജിന്നി. ജിന്നിൽപ്പെട്ട മുസ്ലിങ്ങളെ ചേർക്കാൻ പാടില്ല എന്നല്ലേ? അല്ല സാർ, പിന്നെന്തിനാണ് മിമ്മ യുസമ്മൂനഹും ബിരിജാലുൽ ഗൈബി മിനൽ ഔലിയാഇ വസ്വാലിഹീൻ? മിമ്മൻ യുസമ്മൂന എന്നതിന്റെ മുമ്പ് അവിൽ ഇൻസീമില്ലേ? സാർ അതുണ്ട്, പക്ഷെ അവിടെ സാറ് ചോദിച്ചു എന്തിനാ ഔലിയാക്കൾ ജിന്ന ഔലിയാന്ന് ചോദിച്ചില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ മിനൽ ഔലിയാഇ വസ്വാലിഹീൻ? മോനെ അത് മനുഷ്യന്മാരെ പറ്റിയാ പറഞ്ഞത്. മനുഷ്യന്മാരെ പറ്റിയിട്ട് മിനൽ ജിന്ന ഔലിയൻ എന്ന് രണ്ടും കൊടുത്തിട്ട് മിനൽ ഔലിയാഇ വസ്വാലിഹീൻ എന്ന് കൊടുക്കും റിജാലുൽ ഗൈബ്. അപ്പൊ ഒരു കാര്യം ചെയ്യ് മോനെ മനസ്സിലാക്കി അർത്ഥം ഒന്ന് പറഞ്ഞ മാഷ് പറഞ്ഞ ചുരുക്കം ഞാൻ പറഞ്ഞത് വിട്. ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു പറഞ്ഞ. ഞാൻ ഒരു കാര്യം പറയൂട്ടി, അല്ല ഇതിന്റെ അർത്ഥം ഒന്ന് വായിക്കും. ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം, ഇവരോട് ചേർക്കാൻ പറ്റുകയില്ല. ആരോട്? മലായിക്കത്തുകളോട് ചേർക്കപ്പെടാൻ പാടില്ല. മലക്കുകളോട് ജിന്നിനെ ചേർക്കാൻ പറ്റൂന്നാ? ഇന്നമാഹുൽ മലായിക്ക എന്ന് പറഞ്ഞ ആ ഒരു കക്ഷി ഇബാദല്ലാഹ് എന്ന് പറയില്ലേ, ആ ഇബാദല്ലയിലേക്ക്, അതെ ഇബാദല്ലയിലേക്ക് ആ മലക്കുകൾ എന്ന ആ ഒരു ഗണത്തിൽ ഇബാദല്ലാഹിന്റെ ഭാഗമായിട്ടൊരു ചേർക്കാൻ പറ്റൂല. ഇബാദല്ലയുടെ ഭാഗമായി ചേർക്കാൻ പറ്റില്ല. ആരെ? മിനൽ ജിൻ, മലക്കുകളെ അതിൽ ചേർക്കാം. പക്ഷെ ഈ ജിന്നിനെയും മുസ്ലിമീങ്ങളെയും അല്ല ജിന്നും മനുഷ്യരുപ്പെട്ട അഥവാ സാറ് പറഞ്ഞ അല്ല, നിങ്ങൾ മാത്രമേ വിശദീകരണം വേണ്ട, അതൊന്ന് വായിച്ച് അർത്ഥം പറ. ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം, ഈ നേരത്തെ യാ ഇബാദല്ലാഹ് എന്ന വിളിയിൽ ചേർക്കാൻ പറ്റുകയില്ല അതിലേക്ക്. അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ, മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട, അൽ മുസ്ലിമൂന മിനൽ ജിന്നി വൽ അവിൽ ഇൻസി, അൽ മുസ്ലിമൂന മിനൽ ജിന്നിയുടെ അർത്ഥം പറ. ജിന്നുകളിൽപ്പെട്ട മുസ്ലിമീങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റൂല. ഇനി നോക്കി എന്ത് പറ്റൂല? എന്തിനു പറ്റൂല? ഈ ഇബാദല്ലയിൽ ഇബാദല്ലയിൽ ജിന്നിൽപ്പെട്ട മുസ്ലിങ്ങളെ ചേർക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ തെളിവ് ധരിച്ചില്ലേ, മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട, അൽ മുസ്ലിമൂന മിനൽ ജിന്നി വൽ അവിൽ ഇൻസി, അൽ മുസ്ലിമൂന മിനൽ ജിന്നിയുടെ അർത്ഥം പറ. ജിന്നുകളിൽപ്പെട്ട മുസ്ലിമീങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റൂല. ഇനി നോക്കി എന്ത് പറ്റൂല? എന്തിനു പറ്റൂല? ഈ ഇബാദല്ലയിൽ ജിന്നിൽപ്പെട്ട മുസ്ലിങ്ങളെ ചേർക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ തെളിവ് ധരിച്ചില്ലേ, അടുത്ത തെളിവ് വേറെ. അപ്പൊ അൽബാനി ജിന്നിൽപ്പെട്ട ജിന്നിനെ ഇതിനോട് ചേർക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ നിങ്ങൾ കണ്ടിട്ടില്ല എന്നല്ലേ? അത് കാണിച്ചെന്നല്ലോ. ഇവിടെയുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് പറയുന്നുണ്ട് അവർ ഇൻസ് മിമ്മ യുസമ്മൂന ബിരിജാലുൽ ഗൈബ്. അപ്പം ഇവിടെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇൻസ് മാത്രമാണ് റിജാലുൽ ഗൈബ് എന്നല്ലേ? ആണല്ലോ. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ജിന്ന് അവർ കാണാൻ പറ്റാത്ത അഭൗതികമായ സത്യാവുന്ന രൂപത്തിൽ നിങ്ങൾ വിശദീകരിച്ചില്ല റിജാലുൽ ഗൈബ് പറയും. ജിന്ന് ഭൗതികോ അഭൗതികോ എന്നുള്ളത് വേറെ പറയാ. ജിന്നിനെ കാണൂല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. റിജാലുൽ ഗൈബ് മനുഷ്യന്മാരിൽപ്പെട്ട സ്വാലിഹ്യങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളെ തർക്കം തുടങ്ങിയത് എവിടുന്നാ? ഇബാദല്ലാഹ് എന്നതിൽ ജിന്ന് പെടൂല എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അതല്ലേ തുടങ്ങിയത്? ഇബാദുല്ലാഹ് എന്നതിൽ ജിന്ന് പെടില്ല, അല്ല ജിന്ന് ഈ പറഞ്ഞതിൽ മലക്കും ജിന്നും പെടും, ജിന്ന് പെടൂല എന്ന് നമ്മൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്? അത് കാണുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു പ്രതീകമാണ്. ഈ കുട്ടി ഇപ്പോഴത്തെ ഈ വാദത്തിന്റെ ഒരു പ്രതീകമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു കിതാബ് ഓതാത്ത സാധാരണക്കാരന് ആ കുട്ടി വായിച്ചർത്ഥം പറഞ്ഞ് കേട്ടതിൽ നിന്ന് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അവൻ ഇനി എത്രയായാലും ബോധ്യപ്പെടൂല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഓനെ കൊണ്ട് തന്നെ ഒന്ന് വായിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇവനെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. കിടന്നു ഉരുണ്ട് മറിഞ്ഞ് പുറത്തെ തോല് മുഴുവൻ പോയാലും ഓൻ വീണിട്ടില്ല എന്നേ പറയുള്ളൂ. ഇവിടുത്തെ പ്രശ്നം യാ ഇബാദല്ലാ അഈനൂനി എന്ന കള്ള ഹദീസാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന വേണ്ട. ഒന്ന് അത് നമ്മൾ ലളിതമായി പറഞ്ഞു പോയി. പിന്നെ ഞാൻ അവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഇത് മുസ്ലിം ജിന്നോ അതേപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഔലിയാക്കൾ എന്ന് പറയുന്ന റിജാലുൽ ഗൈബോ ഇതിൽ പെടില്ല, മലക്ക് മാത്രമേ ഇതിൽ പെടൂ എന്നാണ് ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അൽബാനി പറഞ്ഞത്. പിന്നീട്
ആ ഹദീസും ദുർബലമാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ആ കുയ്യ് തീർന്നുപോയി എന്ന് പറയേണ്ടായ കാരണം അതാണ്. അപ്പൊ കുട്ടി എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞതെന്താ, നിങ്ങൾ വായിച്ചതിന്റെ മുകളിലുണ്ട് ജിന്നും അതേപോലെ തന്നെ മലായിക്കത്തൊക്കെ ഇതിൽ ഉൾപ്പെടും എന്ന് ഇതിന്റെ മുകളിലുണ്ട് എന്ന്. അതുകൊണ്ടാണ് എന്താ വായിക്കുന്ന് പറഞ്ഞത്. വായിക്കാൻ വേണ്ടി എടുത്തു കൊടുത്തു വായിച്ചപ്പോ പിന്നെ കുട്ടിന്റെ തർക്കത്തിന്റെ പോക്കുണ്ടോ. ഇവിടെ വളരെ കൃത്യമായി 2 റിപ്പോർട്ടുകളിൽ വന്ന ഇബാദുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരല്ലാത്ത മറ്റേതോ സൃഷ്ടികളാണ്. കാരണം ഹദീസിന്റെ പദം അതാണ്. ആ ഹദീസിൽ നിങ്ങൾ കാണാത്ത സൃഷ്ടി എന്നാ പറഞ്ഞത്. അപ്പൊ മനുഷ്യരല്ലാത്ത സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആരാകാം? ഒന്നുകിൽ മലക്കാകാം, അല്ലെങ്കിൽ ജിന്നാകാം. എന്നിട്ട് അൽബാനി പറഞ്ഞു, കുട്ടി ശ്രദ്ധിക്കണം, വഖദ് ജാഅ ഫി ഹദീസിൻ ആഖറ തഅയീനു അന്നഹും ത്വായിഫത്തുൻ മിനൽ മലായിക. ഇത് ഒരു വിഭാഗം മലക്കുകൾ മാത്രമാണെന്ന് നിജപ്പെട്ടു. മനുഷ്യനല്ലെന്ന് ആദ്യം പറഞ്ഞു. ഹദീസിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഒരു വിഭാഗം മലക്കുകൾ ആണെന്നും നിജപ്പെട്ടു. അപ്പൊ എന്തല്ല, ജിന്നുമല്ലെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ വീണ്ടും അതിന്റെ ശേഷം അടിയിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാണ്. അവസാനം കൺക്ലൂഷൻ. ഞങ്ങൾ ആ കൺക്ലൂഷൻ വായിച്ചാല് ബാക്കിയുള്ളതൊന്നും നോക്കാതെ ഇങ്ങനെ മുറിച്ച് വായിക്കുന്ന ആൾക്കാരല്ല. ഇത് മാത്രം വായിച്ചപ്പോഴാണ് കുട്ടി തർക്കിക്കാൻ ശ്രമിച്ചത്. അത് കണ്ടിട്ടുണ്ടാവൂല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഇത് ഓതിക്കൊടുക്കുന്ന വലിയ ആള് സെലഫി അവിടെ ആ മലായിക്ക എന്നുള്ളത് കട്ടിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. ഇന്ന് എൻ്റെ അടുക്കൽ ഈ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലുള്ള ഒരു വിദ്യാർത്ഥി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് വായിക്കുന്നിടത്ത് ആ മലായിക്കത്തിന്റെ ഭാഗം വിട്ടതാണെന്ന്. കട്ടതുമല്ല, വിട്ടതുമല്ല. അതിൽ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടോ? അതിലെ ഓരോ ഭാഗങ്ങളും ഈ 3-ൽ മനുഷ്യനെ ആദ്യം ഒഴിവാക്കി, രണ്ടാമത് മലക്കിനെയും ഒഴിവാക്കി, രണ്ടാമത് ജിന്നിനെയും ഒഴിവാക്കി, 3 മലക്കിനെയും ഒഴിവാക്കി. ഇതാണ് സംഗതി. കേട്ടോ, മനസ്സിലാക്കാനാണെങ്കിൽ ഫലാ യജൂസു, അതിന്റെ ശേഷം പറയൂ അയ്യൻ അവസാനത്തെ കൺക്ലൂഷനാ വായിച്ചത്. ഫഹാദൽ ഹദീസു ഇദാ സഹ يعين أن المراد بقوله في الحديث الأول يا عباد الله إنما هم الملائكة. മലക്കുകളോട് ജിന്നിനെ ചേർക്കാൻ പറ്റൂല എന്നല്ല. യാ ഇബാദല്ലാ എന്ന ഒന്നാമത്തെ ഹദീസിലെ അള്ളാന്റെ അടിമകളെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണെന്ന് ഇവിടെ നിജപ്പെട്ടു. അതിനാൽ ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിം, കുട്ടി വിചാരിച്ചതുപോലെ മലക്കുകളോട് ചേർക്കാൻ പറ്റില്ലെന്നല്ല, നേരെ മറിച്ച് ഇബാദുള്ളയോട് ചേർക്കാൻ പറ്റില്ല എന്നാണ്. എന്ത് ചേർക്കാൻ പറ്റില്ല? അൽ മുസ്ലിമൂന മിനൽ ജിന്നി, മുസ്ലിം ജിന്നിനെ ചേർക്കാൻ പറ്റൂല. അവിടെ വായിക്കുമ്പോ ഇങ്ങനെ ആ ജിന്ന് എന്നുള്ളത് മറച്ചു വായിക്കണ പോലത്തെ ഒരു വായന, അങ്ങനെ മറക്കണ്ട. അൽ മുസ്ലിമൂന മിനൽ ജിന്നി, മുസ്ലിം ജിന്നിനെ അള്ളാന്റെ അടിമകളെ എന്ന കൂട്ടത്തിൽ ചേർക്കാൻ പറ്റൂല. അവിൽ ഇൻസി മിമ്മൻ യുസമ്മൂനഹും ബിരിജാലിൽ ഗൈബി മിനൽ ഔലിയാഇ വസ്സാലിഹീൻ, റിജാലുൽ ഗൈബ് മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്ന അംബിയാ ഔലിയാക്കൾ ഉണ്ടല്ലോ, അവരെയും ഈ ഇബാദുള്ളയിൽ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞതിൽ ചേർക്കാൻ പറ്റില്ല. അപ്പൊ ആരെ മാത്രമേ ചേർക്കാൻ പറ്റൂ? ഇന്നമാഹുമുൽ മലായിക, മലക്കുകൾ മാത്രം, മലക്കുകൾ മാത്രം, മനുഷ്യരല്ല, ജിന്നുകളും അല്ല, മലക്കുകൾ മാത്രം. അപ്പൊ ഇനി കുട്ടി ചോദിക്കേണ്ടത് എന്താ അറിയോ? ഇനി ചോദിക്കേണ്ടത്, അപ്പൊ മലക്കുകളോട് നമ്മൾ യാ ഇബാദല്ലാഹ് എന്ന് മലക്കുകളെ ഉദ്ദേശിച്ച് വിളിക്കാൻ പറ്റുമോന്നാ? പറ്റൂല, പറ്റൂല, പറ്റൂല. എന്തുകൊണ്ട്? അല്ലാത്ത ആരോടും ഇതുപോലത്തെ അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളോട് വിളിച്ച് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. അതുകൊണ്ട് അത് പാടില്ല. അപ്പൊ അൽബാനി ഇതിന്റെ ശേഷം ബാക്കി പറഞ്ഞതെന്താ? ആ ഹദീസിനെ കൃത്യമായി വിശകലനം ചെയ്തു. എന്നിട്ട് ആ ഹദീസും വഈഫാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മലക്കുകളാണെന്ന റിപ്പോർട്ടും സ്വീകരിക്കാൻ പാടില്ല, ജിന്നാണ് എന്നൊരു റിപ്പോർട്ടിലും വന്നിട്ടുമില്ല, മനുഷ്യരാണ് എന്ന് മറ്റു റിപ്പോർട്ടുകൾ വന്നതിനോട് യോജിക്കുന്നുമില്ല. ആകെ മൊത്തം നോക്കിയാൽ ആ റിപ്പോർട്ട് ഷിയാക്കൾ കളവ് പറഞ്ഞുണ്ടാക്കിയ കള്ള റിപ്പോർട്ട് സ്വീകരിക്കാനും പാടില്ല. അതുകൊണ്ട് ഇല്ലാത്ത ചക്കക്ക് കുരു ഇട്ടെന്ന് വിചാരിച്ച് ഉറക്കളക്കണ്ട മോനെ, അത്ര മാത്രമാണ് ഇനി അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി കുതർക്കങ്ങളും അത്തരത്തിലുള്ള തർക്കിച്ച് പഠിക്കാൻ വേണ്ടിയൊക്കെ തർക്കിച്ചു നോക്കാം.
പക്ഷെ ഇങ്ങനത്തെ ഒരു സദസ്സിലൊന്നും അല്ല ഇങ്ങനെ സമയം കളയേണ്ടതെന്ന് മാത്രം. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നല്ലതാണ്, തർക്കിച്ചു നോക്കണം, സംസാരിക്കണം, പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എന്തിന്? ഹക്കിന് വേണ്ടിയാണെങ്കിൽ തിരക്കേടില്ല. എന്നിട്ട് സമർത്ഥിച്ച് കിട്ടാൻ പോണത് എന്താ കിട്ടാൻ പോണത്? ശിർക്കാണ് കിട്ടാൻ പോണത്. അവിടേക്ക് പോണ്ട. ഇത് ശിർക്കല്ല, ശിർക്കുള്ള വഴിയാണ് എന്നുള്ളിടത്താണല്ലോ കുട്ടി ഉള്ളത്. കുട്ടി ആ വഴിക്കും പോണ്ട, കുട്ടി തൗഹീദിക്ക് വാ. ഇത് മാത്രമാണ് പറയാനുള്ളത്. ജിന്ന് വിശ്വാസം കേരളക്കരയിലേക്ക് കൊണ്ടുവരാൻ ഒരു സംഘം തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രമാണങ്ങളെ എങ്ങനെ അട്ടിമറിക്കണമെന്നും തെളിവുണ്ടാക്കണമെന്നും ദുർവ്യാഖ്യാനിക്കണമെന്നും അവർ ഗൂഢമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. നാം വിശ്വസിക്കുന്നവർ തന്നെ ഒരു ശിർക്കൻ വിശ്വാസത്തിന് കുടപിടിക്കുന്ന ഗതി വന്നാൽ നാം എന്ത് ചെയ്യും? ഇനി നാം ആരെ വിശ്വസിക്കും? ഇത് വലിയൊരു ചോദ്യചിഹ്നമാണിന്ന്. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തൽപരരുടെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതരോട് അള്ളാഹുവേയും അന്ത്യനാളിനെയും കുറിച്ച് മറന്നു പോകരുത് എന്ന് വിനീതമായി ഉണർത്തുകയാണ്. ഒരു വിഭാഗത്തിനോടുള്ള ഈർഷ്യത ഒരിക്കലും ഒരു അനീതി പ്രവർത്തിക്കാനുള്ള കാരണമായി കൂടാ. സത്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കാനുള്ള കാരണമാവാനും പാടുള്ളതല്ല. ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണെന്ന അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ അഭിപ്രായത്തെ അങ്ങേയറ്റം നിന്ദ്യമാക്കി ചിത്രീകരിച്ച് നടക്കുന്നവർക്ക് എങ്ങനെയാണ് ദുർവ്യാഖ്യാനത്തിൽ ഐക്യം സംഭവിക്കുന്നത്? അത് യാദൃച്ഛികമാണോ? അതാണ് നമുക്കിവരോട് ചോദിക്കാനുള്ളത്. ഈ ദുർവ്യാഖ്യാനം മാത്രം പോരെ. ഈ ദുർബലമായ ഹദീസിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം ക്ലാസുകളുടെ പുറകിലെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാൻ ആർക്കും ഞങ്ങളോട് അതൃപ്തി തോന്നരുത്. എല്ലാവരെയും ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ തൗഹീദിനെതിരെ ആര് നീങ്ങിയാലും പ്രതികരിക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹിദായയെക്കുറിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങൾ വ്യക്തിപരമായി കേൾക്കുമ്പോഴും ഞങ്ങൾക്കത് പ്രശ്നമല്ല. വ്യക്തിപരമായി ഞങ്ങൾക്കും പ്രതികരിക്കാം. പക്ഷേ ഇവിടെ വ്യക്തികളുടെ പോരായ്മകളും കാര്യങ്ങളുമല്ലല്ലോ നമുക്കിടയിലെ പ്രശ്നം. പ്രശ്നം തികച്ചും ആദർശപരമാണ്.